നാലാലൊരു മദ്ഹബിനെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? അതല്ല ഖുർആനും സുന്നത്തും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുമോ? നാലാലൊരു മദ്ഹബിനെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ പിൻകാലത്ത് ഇബാദത്ത് ചെയ്യണമെന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ ഖുർആനിൽ നിന്നോ എല്ലാ ഉദ്ധരണികളും നിങ്ങൾ കേൾപ്പിക്കാനുണ്ടോ? നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ എന്നതിന് വിശുദ്ധ ഖുർആനോ ഹദീസോ പ്രമാണമുണ്ടോ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. മറുപടി ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വർ റസൂൽ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞത് കാണാം. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തഫ്സീറുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഇവിടെ വ ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ഗവേഷണയോഗ്യരായ പണ്ഡിതന്മാരാണ് എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് എന്ന് പറഞ്ഞ ഹദീസ് ഹലാല് എന്താണെന്ന് വ്യക്തമാണ്, ഹറാമ് എന്താണെന്നും വ്യക്തമാണ്. ഈ വ്യക്തമായ ഹറാമിന്റെയും വ്യക്തമായ ഹലാലിന്റെയും ഇടക്ക് തിരിയാത്ത, ഹറാമാണോ ഹലാലാണോ എന്ന് പ്രത്യക്ഷത്തിൽ തിരിയാത്ത ചില വിഷയങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്, അധിക പേർക്കും അതറിയില്ല എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, അധിക പേർക്കും അറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുറഞ്ഞ ആളുകൾക്ക് അതറിയുമെന്നാണ്. അവരാണ് ഗവേഷണയോഗ്യരായ പണ്ഡിതന്മാർ എന്ന് ഈ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഖുർആനും നോക്കി സ്വയം ഗവേഷണം നടത്തിക്കൂടെ എന്നാണ് മറ്റൊരു ചോദ്യം. നടത്തിക്കൂടാ. എന്തുകൊണ്ട്? ഖുർആനിന്റെ ഓരോ വചനങ്ങൾക്കും ഹദീസിന്റെ ഓരോ വചനങ്ങൾക്കും ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്ന് മദ്രസയിൽ ഒരു ഉസ്താദ്, ആ ഉസ്താദ് മദ്രസയിൽ വന്ന് പേന കയ്യിലെടുത്ത് കുട്ടിയോട് പറഞ്ഞു പട്ടിക എടുക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ എടുക്കേണ്ട പട്ടിക ഹാജർ പട്ടികയാണ്. അതേ സമയത്ത് ആശാരി പുരയുടെ മുകളിൽ കയറി ആണി ചുറ്റികയും കയ്യിൽ പിടിച്ച്, ചുറ്റികയും ആണിയും കയ്യിൽ പിടിച്ച് പട്ടിക എടുക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കേണ്ട പട്ടിക ഹാജർ പട്ടികയല്ല, കഴുക്കൂലിൽ അടിക്കേണ്ട പട്ടികയാണ്. ഇവിടെ രണ്ട് സ്ഥലത്തുമുള്ള പ്രസ്താവനകൾ പട്ടിക എടുക്കൂ എന്നാണ്. ഇവിടെയുള്ള പട്ടിക ഹാജർ പട്ടികയാണെന്നും അവിടെയുള്ള പട്ടിക കഴുക്കോലിൽ അടിക്കുന്ന പട്ടികയാണെന്നും മനസ്സിലാക്കുന്നത് സമയം കൊണ്ടും സന്ദർഭം കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്ന് പത്രത്തിൽ വന്ന ഒരു വാർത്ത എന്തോ ആകട്ടെ, ആ വാർത്തയെക്കുറിച്ച് ഇന്ന് പത്രം വായിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടതുപോലെ പ്രതികരിക്കാൻ കഴിയും. എന്താണ് ഈ വാർത്തയിൽ പറഞ്ഞത്? അതേ സമയത്ത് ഈ പത്രം 1400 കൊല്ലം നാം ഇവിടെ സൂക്ഷിച്ചു വെച്ചു. 1400 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾക്ക് ഈ പത്രം എടുത്തു നോക്കിയാൽ ആ വാർത്തയെക്കുറിച്ച് വ്യക്തമായി വല്ലതും പ്രതികരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. പ്രതികരിക്കണമെങ്കിൽ ഇന്നുള്ള ഒരാളുകൾ എഴുതി വെച്ച ചരിത്രങ്ങൾ ലഭ്യമാകണം, എങ്കിലേ പ്രതികരിക്കാൻ കഴിയൂ എന്ന് ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഖുർആനും സുന്നത്തും നോക്കിയാൽ ഈ ഖുർആനിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ സമയങ്ങളും സന്ദർഭങ്ങളും ചരിത്രം അവലംബിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷെ ഓരോന്നിന്റെയും സമയങ്ങളും സന്ദർഭങ്ങളും എഴുതി വെച്ച ഗ്രന്ഥങ്ങളോ മറ്റോ ഒരുപക്ഷെ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് മഹാനായ
ഇബ്നു ഖൽദൂൻ റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. അദ്ദേഹം 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഈ കാലഘട്ടത്തിൽ എന്ന് 5-ാം നൂറ്റാണ്ടിൽ എനിക്ക് ഗവേഷണം നടത്താനുള്ള യോഗ്യതയുണ്ട് എന്ന് പറയുന്നവൻ മഹ്ജൂറുൻ, അവനെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അവൻ പറയുന്നത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ലോക മുസ്ലിങ്ങൾ 4-ാലൊരു മദ്ഹബ് സ്വീകരിക്കുന്നതിന്റെ മേൽ യോജിച്ചിരിക്കുന്നു. കർമ്മശാസ്ത്രത്തിന് ഇന്ന് അതല്ലാതെ മറ്റു യാതൊരു മാർഗവുമില്ല എന്ന് 5-ാം നൂറ്റാണ്ടുകാരനായ ഇബ്നു ഖൽദൂൻ റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇതാ ഇനി മുജാഹിദുകൾ തന്നെ ഞാൻ തുടക്കത്തിൽ വിചിന്തനം ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ഞാൻ ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോ. അപ്പൊ കൂടുതൽ വായിച്ചിട്ടില്ല. ഇനി അവര് പറഞ്ഞതന്നെ ഞാനത് പറഞ്ഞുതരാം. അത് കേട്ടോളൂ. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല ഹിജറ 80-ൽ ജനനം, 150-ൽ മരണം. ഇമാം മാലിക് റഹ്മഹുല്ല, അതുപോലെ തന്നെ ഇമാം ഷാഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ കർമ്മശാസ്ത്രം വികാസം പ്രാപിച്ചു. ഖുർആനിലും സുന്നത്തിലും അറബി ഭാഷയിലും വിൽപ്പുത്തി നേടിയ പ്രതിഭാധനരായ പണ്ഡിതന്മാർ ഇജ്തിഹാദ് നടത്തി. പിൽക്കാലത്ത് അത് മദ്ഹബുകളായി അറിയപ്പെട്ടു. എന്നിട്ട് ഇന്ന് പ്രചാരം നേടിയിട്ടുള്ളത് 4 മദ്ഹബുകളാണെങ്കിലും ഇവക്ക് പുറമെ സൗരി, ഔസായി, ലൈസ്, ഇബ്നു ജരീർ, ദാവൂദുല്ലാഹിരി എന്നിവരും മുജ്തഹിദുകളായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, മഹാന്മാരായ ഈ ഇമാമിയങ്ങൾ മുസ്ലിം ലോകത്തിന് ചെയ്ത സേവനങ്ങൾ അതിമഹത്തായതാണ്. ഇസ്ലാമിക നിയമങ്ങൾ അനായാസം കൈകാര്യം ചെയ്യാനും ദീനീ വിധികൾ എളുപ്പത്തിൽ ഗ്രഹിക്കുന്നതിനും പിൻതലമുറക്ക് സാധിച്ചത് ഇവരുടെ അശ്രാന്ത പരിശ്രമ ഫലമായിട്ടാണ്. ഈ മഹാന്മാക്കളെ തള്ളിപ്പറയാനോ അവരുടെ സേവനങ്ങളെ ചെറുതായി കാണാനോ ഒരു മുസ്ലിമിനും സാധ്യമല്ല. ഒരു ദീനീ വിദ്യാർത്ഥിക്ക് അത്ഭുതത്തോടെയല്ലാതെ ഇവരുടെ ചരിത്രം നോക്കിക്കാണാനും സാധ്യമല്ല എന്ന് പറഞ്ഞ് പണ്ഡിതന്മാരന്ന് നടത്തിയതുകൊണ്ടാണ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഞാൻ ഉദാഹരണം പറയാം. ളുഹ്ർ 4 റക്അത്താണ്. ഈ ളുഹ്ർ 4 റക്അത്താണെന്നുള്ള വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യമാണ്. തിബിയാനൻ ലികുല്ലി ശൈ, എല്ലാ വസ്തുക്കൾക്കുള്ള വിശദീകരണം ഖുർആനിലുണ്ട്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ ഖുർആനിലുണ്ട്. ഖുർആനിലൊക്കെ നമുക്ക് കാണാൻ കഴിയോ? ഇല്ല. ഒരു വൈദ്യര് മലയിലേക്ക് കയറിയാൽ എല്ലാ രോഗത്തിനുള്ള മരുന്ന് അവിടെ ഉണ്ടാവും. പക്ഷെ ഈ മരുന്ന് നമുക്ക് തിരിയല്ല. അതുകൊണ്ട് വൈദ്യന്മാരെ കാടിട്ടാൻ പറ്റൂല സാധാരണ പറയലുണ്ട്. ഇവിടെ കയറിയാല് ഓരോന്നിന്റെയും ഫലങ്ങളും അതിന്റെ മഹത്വം അവർക്കറിയും, നമുക്കൊന്നും അറിയില്ല, നമ്മളാണ് വെട്ടും. ഇതേപോലെ ഖുർആനിൽ എല്ലാത്തിന്റെയും ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാത്തിന്റെയും നിയമം വിശുദ്ധ ഖുർആനിലുണ്ട്. അലിമമൻ അലിമ, ജഹിലമൻ ജഹില, അറിയുന്നവർ അറിഞ്ഞു, അറിയാത്തവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് ആ ഖുർആനിൽ പറയുന്ന നിയമങ്ങളൊക്കെ പൊതുവായിട്ട് ഇങ്ങനെ പറയും. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ഉദാഹരണം പറയാം. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടാക്കിയതാ. അതുകൊണ്ട് തന്നെ എത്രയോ പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. എന്തോ ആകട്ടെ, ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റിന്റെയും ഓരോ പഞ്ചായത്തിന്റെയും ഓരോ പ്രദേശത്തിന്റെയും നിയമയിലുണ്ടാവും. പക്ഷേ കൊട്ടപ്പുറം പഞ്ചായത്ത് അല്ലെങ്കിൽ പുളിക്കൽ പഞ്ചായത്തിൽ ഇന്ന ദേശവും അംശവും ഒക്കെ പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാവോ? ഉണ്ടാവൂല. അതേ സമയത്ത് പൊതുവായിട്ട് ഇങ്ങനെ പറയും. ഇതേ ഒരു സ്വഭാവ വിശുദ്ധ ഖുർആനിലുള്ളത്. ഇതേ ഒരു സ്വഭാവം തന്നെയാണ് ഹദീസിനും ഉള്ളത്. അതുകൊണ്ട് അത് കണ്ടെത്താനും അതിൽ ഗവേഷണം നടത്താനുള്ള യോഗ്യരായ ആളുകൾക്ക് അതിന് സാധിക്കൂ. ഇതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് ഇന്ത്യൻ ഭരണഘടന, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ എനിക്കും അധികാരമുണ്ടാണ്. സുപ്രീം കോടതിക്കാണ് ചെന്നാൽ പുറാണ് ചണ്ടയാവും. അതുപോലെ ഖുർആൻ എന്റെ ഖുർആനാണ്, ഹദീസ് എന്റെ ഗ്രന്ഥമാണ്, ഞാനും മുസ്ലിമാണ് എന്ന് ഇവിടെ നടത്താൻ പറ്റൂല. അതിന് ഇന്ത്യൻ ഭരണഘടനയിൽ ഗവേഷണം നടത്താൻ ചില ചീഫ് ജസ്റ്റിസുമാരുണ്ട്. അവർ ധാരാളം യോഗ്യതകൾ നേടിയിരിക്കണം, അവർക്ക് അതിൽ നടത്താൻ പറ്റും. അതേപോലെ ഖുർആനിലും സുന്നത്തിലും ഗവേഷണം നടത്തണമെങ്കിൽ അതിന് ധാരാളം ഡിഗ്രികൾ കരസ്ഥമാക്കിയ അതിന് ഹദീസുകൾ ലഭിക്കണം. ഓരോ ഹദീസിന്റെയും ആയത്തിന്റെയും സമയവും സന്ദർഭവും മനസ്സിലാക്കണം. അതുപോലെ തന്നെ
നാസിഹായത്, നിയമപ്രാബല്യമുള്ളതേത് ഇല്ലാത്തതേത്, അതുപോലെ തന്നെ ഭാഷാപരമായിട്ട് എല്ലാവിധത്തിലും എല്ലാ ഫന്നുകളിലുമുള്ള കഴിവ് നേടിയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അഗാധമായ ഒരു പണ്ഡിതനെ അത് നടത്താൻ പറ്റൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചത്. ഇദജ്തഹദൽ ഹക്കിമു, ഗവേഷണ യോഗ്യനായ ഒരു പണ്ഡിതൻ ഗവേഷണം നടത്തി, ഫഅസാബ, എന്നിട്ട് അവൻ സത്യം കണ്ടെത്തിച്ചാൽ ഫലഹു അജ്റാനി, അവന് 2 കൂലിയുണ്ട്. സത്യം കിട്ടിയതിനൊരു കൂലിയും കിട്ടാത്തതിനൊരു കൂലിയും. അതേ സമയത്ത് വൈദജ്തഹദൽ ഹക്കിമു, ഗവേഷണ യോഗ്യനായ ഒരു പണ്ഡിതൻ ഗവേഷണം നടത്തി, ഫഅഖ്തഅ, എന്നിട്ട് സത്യം കണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫലഹു അജ്റുൻ വാഹിദുൻ, ഗവേഷണം നടത്തിയതിനൊരു കൂലിയുണ്ട്. ഏതുപോലെ ഞാൻ ഉദാഹരണം പറയാം. MBBS ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാൾ ബോർഡും വെച്ചിരുന്നു. എന്നാൽ ഇയാള് ഡിഗ്രി നേടിയ ആളാണ്. ഇയാളത്തെ രോഗി വന്നു, ഇയാള് മരുന്ന് എഴുതി കൊടുത്തു, രോഗം സുഖായില്ല. എന്നാലും ഇയാളെ ഫീസിന് അർഹനാണ്. അതേ സമയത്ത് ഡിഗ്രി വാങ്ങാത്ത ഒരാള് കള്ളത്തരത്തിൽ MBBS എന്നാണ് ബോർഡും വെച്ചിരുന്നു. ഇയാളെ രോഗി വന്നപ്പോ നല്ല ചുവന്ന ഗുളികയൊക്കെ ഒന്നാണ്ട് എഴുതി കൊടുത്തു. എന്തോ ഗുരുത്തത്തിന് രോഗിയുടെ രോഗം സുഖാവും ചെയ്തു. പക്ഷെ ഇവൻ ഫീസിന് അർഹനല്ല. പോലീസ് കണ്ടാ പിടിച്ചോണ്ടോ. എന്താ ഇപ്പൊ വ്യത്യാസം? ഡിഗ്രി ഉള്ള ആള് ഗവേഷണം ചെയ്തിട്ട് ഗവേഷണം ചെയ്ത് മരുന്ന് എഴുതി കൊടുത്തപ്പോ രോഗം സുഖമായിട്ടൊന്നുമില്ല. എന്നാലും ഫീസ് വാങ്ങിയതിന്റെ പേരിൽ ഗവൺമെന്റ് അവനെ ശിക്ഷിക്കൂല. അതേ സമയത്ത് മറ്റേയാള് യോഗ്യനല്ല, അയാള് കള്ളനാ. പക്ഷെ രോഗം സുഖായല്ലേ ഇവിടെ നോക്കൂല, ഓനെ ചെയ്യാനുള്ള യോഗ്യതല്ല. അതുകൊണ്ട് ഗവൺമെന്റ് പോലീസ് പിടിച്ചോണ്ടു. അതേപോലെയാണ് ഇതിന് യോഗ്യതയുള്ള ആളുകൾ 4 മദ്ഹബിന്റെ ഇമാമുകളോടുകൂടെ അവസാനിച്ചു എന്നാണ് 5ാം നൂറ്റാണ്ടുകാരനായ മഹാനായ ഇബ്നു ഖൽദൂൻ തന്നെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തി. മറ്റു ധാരാളം പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അത് ചെയ്യാനുള്ള യോഗ്യത നമുക്കില്ല, അതുകൊണ്ടാണ് പറ്റാത്തത്. അതുകൊണ്ട് 4 മദ്ഹബ് സ്വീകരിക്കലേ നിർവാഹമുള്ളൂ. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തുഹ്ഫയിലും അതുപോലെ തന്നെ ജമ്മുൽ ജവാമി തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. ഇമാമിയങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് ഞങ്ങൾ ജീവിക്കണമെന്ന് മദ്ഹബി ഇമാമിയങ്ങൾ ആരെങ്കിലും അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ചോദ്യം, 4 മദ്ഹബിന്റെ ഇമാമുകൾ എന്റെ മദ്ഹബെ അംഗീകരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞു കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. വിവരമുള്ള ആളുകളെ സമീപിക്കണം. ജീവിതകാലത്ത് അങ്ങനെ, വഫാത്തിന്റെ ശേഷം ഓരോ ഗ്രന്ഥങ്ങൾ ആ സമീപിക്കണം. അത് എന്നെ നിങ്ങൾ സമീപിക്കൂ എന്ന് പറഞ്ഞാൽ സമീപിക്കണം എന്നല്ല. വിവരമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആ ബോധ്യപ്പെട്ട വ്യക്തിയെ നമ്മൾ തുടരണം എന്നത് വിശുദ്ധ ഖുർആനിന്റെ. അവന് അള്ളാഹ് പറഞ്ഞാൽ ഇപ്പൊ ഇമാമിങ്ങൾ പറയണമെന്നുണ്ടോ? ഇല്ല. മാത്രമല്ല, ഈ മദ്ഹബ് സ്വീകരിക്കുക, 4 മദ്ഹബ് സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ മാത്രം പറഞ്ഞതല്ല. ഇബ്നു അബ്ദുൽ വഹാബ് വളരെ വ്യക്തമായിക്കൊണ്ട് പറയുകയാണ്, വനഹ്നു അയ്ളൻ ഫിൽ ഫുറൂഇ, വിശ്വാസപരമായി ഞങ്ങൾക്ക് ഒരു പ്രത്യേക രൂപം വഴിയുള്ളതുപോലെ ഫുറൂഇയായ കർമ്മപരമായ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട്. വനഹ്നു അയ്ളൻ ഫിൽ ഫുറൂഇ അലാ തഖ്ലീദി അഹ്മദ് ബിൻ ഹംബൽ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ തഖ്ലീദ് ചെയ്തതിന്റെ മേലാണ്, മദ്ഹബിന്റെ മേലില്ല. വലാ നുൻകിറു മൻ ഖല്ലദൽ അർബഅ, 4 മദ്ഹബ് സ്വീകരിച്ചവരെ നാം വിമർശിക്കുകയില്ല. ദൂന ഗൈരിഹിം, 4 മദ്ഹബിന് പുറത്തുള്ളവരെ ഒഴികെ. വലാ നുഖിറു ലഹും മിനൽ മദാഹിബിൽ ഫാസിദത്തി, അവരുടെ മോശമായ മദ്ഹബിനെ നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുകയില്ല. മാത്രമല്ല, വലാ നസ്തഹിഖു മർതബത്തുൽ ഇജ്തിഹാദി, ഇജ്തിഹാദിന്റെ ഗവേഷണത്തിന്റെ അവസ്ഥ ഒരിക്കലും ഞങ്ങൾക്ക് അവകാശപ്പെടൂല. അങ്ങനെ വാദിക്കുന്ന ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അപ്പൊ 4 മദ്ഹബ് സ്വീകരിക്കണം എന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യ അംഗീകരിച്ചിരുന്നു, ഇബ്നു അബ്ദുൽ വഹാബ് അംഗീകരിച്ചിരുന്നു,
മാത്രമല്ല സഹീഹുൽ ബുഖാരി രചിച്ച ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ആളുകള് എല്ലാവരും പറയാറുള്ള ബുഖാരി ശാഫിഈ മദ്ഹബ് സ്വീകരിച്ചവരാണ്, മുസ്ലിം ശാഫിഈ മദ്ഹബ് സ്വീകരിച്ചവരാണ്, ഇമാം തുർമുദി ആദ്യം ഹനഫി മദ്ഹബും പിന്നീട് ശാഫിഈ മദ്ഹബും സ്വീകരിച്ചവരാണ്. ശാഫിഈ മദ്ഹബുകാരനാണ് ഇമാം ബുഖാരി എന്ന് ശാഫിഈ മദ്ഹബ് എന്ന പുസ്തകത്തിൽ അബ്ദുസ്സലാം സുല്ലമി തന്നെ എഴുതിയതായി കാണാം. അതുപോലെ തന്നെ അബൂദാവൂദ് ഹനഫി മദ്ഹബുകാരനാണ്. ഇന്ന് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് പറയുന്ന ആളുകൾ, അവർ അവലംബിക്കുന്ന ആളുകൾ തന്നെ മദ്ഹബ് അംഗീകരിച്ചവരും മദ്ഹബ് സ്വീകരിച്ചവരുമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. വിവരമുള്ള മുജ്തഹിദായ ആളുകളെ അംഗീകരിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യുക എന്നത് അത് ഖുർആനിന്റെ കൽപ്പനയാണ്, സുന്നത്തിന്റെ കൽപ്പനയാണ്. ഇങ്ങനെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്, ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, മുജാഹിദുകൾക്ക് വേണ്ടി ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുണ്ട്. എന്തിനധികം കെ.എം. മൗലവി റിസാലത്തും ഫിൽ ബങ്കി എന്ന പുസ്തകത്തിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വന്നത്, ഞാനൊരു സംഘടനയുടെ വക്താവായിട്ടല്ല ഞാൻ ചോദിക്കാൻ വന്നത്, നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. അപ്പോ ഈ മദ്ഹബി ഇമാമിങ്ങൾ തന്നെ എഴുതിയ അഭിപ്രായങ്ങൾ പിൽക്കാലത്ത് മദ്ഹബി ഇമാമിങ്ങളുടെ ശിഷ്യന്മാർ തന്നെ അവരുടെ പല അഭിപ്രായങ്ങളും തിരുത്തി എഴുതിയിട്ടുണ്ട്. ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പല അഭിപ്രായങ്ങളും തിരുത്തി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്താദ് നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് നിങ്ങൾ മടങ്ങുക, അതിനെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്തൊക്കെ പറയുമ്പോൾ അത് ഖുർആനിലേക്ക് സുന്നത്തിലേക്കുമല്ലേ നമ്മൾ ക്ഷണിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ, ഞാൻ മദ്ഹബി ഇമാമികൾ താഴ്ത്തി പറയുകയല്ല, ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാമിനെ അംഗീകരിച്ചുകൊണ്ടേ നിങ്ങൾക്ക് ആരാധനാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ കഴിയൂ എന്നുള്ളതിന്റെ ഒരു തെളിവല്ലല്ലോ. നിങ്ങൾക്ക് വല്ല ഭിന്നതയും വന്നാൽ ഖുർആനും സുന്നത്തിലേക്കും മടക്കൂ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, മദ്ഹബിന്റെ ഇമാമുകളിലേക്ക് മടക്കൂ എന്നുള്ളതല്ലല്ലോ. മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞത്, അവർ ഇവിടെ മസ്അലയായി പറഞ്ഞത്, കർമ്മശാസ്ത്രപരമായി പറഞ്ഞ വിഷയം അത് ഖുർആനും ഹദീസും അനുസരിച്ചാണ്. വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ചൊരു വിഷയം പറയില്ല. ഇപ്പൊ ഉദാഹരണമായി ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറയുന്നു, ഇദാ സഹഹ ഖൗലുൽ മുസ്തഫാ ഫഹുവ മദ്ഹബി വമാ ഖുൽതു മിൻ ഖബ്ൽ വഅദു ഫർമു ബിഹി ജുദ്റാ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അനുസരിച്ച് ഞാൻ പറയൂ, അല്ലാത്തത് പറഞ്ഞിട്ട് നിങ്ങൾ മതിലെറിഞ്ഞോളി, ധൈര്യപൂർവ്വം പറയാം. അതുകൊണ്ടൊന്നും മതിലിനെറിയേണ്ടത് ഞാൻ പറയുകയില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരായിരുന്നു. മിൻ അൻ യദുന്നു ബിൽ ബുഖാരി വ മുസ്ലിം കാന അഅലമ ബിസ്സുന്ന മിൻ അൻ യദുന്നു ബിൽ ബുഖാരി വ മുസ്ലിം. ബുഖാരി മുസ്ലിമിനേക്കാൾ കൂടുതൽ ഹദീസിൽ പരിജ്ഞാനമുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഹദീസിന്റെ വിഷയത്തിൽ പരിജ്ഞാനമില്ല എന്ന് ഏതോ ആളുകൾ പറഞ്ഞപ്പോ അവരെ ഖണ്ഡിക്കാനായി ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം ബയാനു ഖത്ഇ മൻ ഖത്താ അല ഷാഫിഈ എന്നൊരു ഗ്രന്ഥം തന്നെ രചിച്ചു. ചുരുക്കത്തിൽ മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞത് അത് ഹദീസാണ്, അത് ഖുർആനാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ തങ്ങളെ തൊട്ട് സഹീഹായി പറഞ്ഞത് കാണാം. കുല്ലുമാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതൊക്കെ വകുല്ലുമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളൊക്കെ പറഞ്ഞത് വഹുവ മിമ്മാ ഫഹിമഹു മിനൽ ഖുർആൻ, അത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. വജമീഉ മാ തഖൂലുൽ അയിമ്മത്തു, ഇമാമുകൾ പറഞ്ഞത് മുഴുവനും വഹുവ ശറഹുൽ ലിസുന്ന, അത് ഹദീസിന്റെ വ്യാഖ്യാനമാണ് എന്ന് ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നു. ഇബ്നു തൈമിയ്യ തന്റെ ഫതാവയിൽ തന്നെ പറഞ്ഞത് കാണാം, ഫുഖഹാക്കൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ഹഖാണ്, അത് സത്യമാണ്, അത് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ടാണ് എന്ന് ഇബ്നു തൈമിയ്യ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഖുർആനും സുന്നത്ത് എന്ന് പറഞ്ഞ സുന്നത്തിനെ അവലംബിക്കാനുള്ള മുഴുവൻ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും അത് മദ്ഹബ് അംഗീകരിച്ചവർ തന്നെയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നിങ്ങൾ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന സ്ഥാപനത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ചോദ്യത്തിൽ സംസാരിക്കാൻ കാരണം. നിഷ്പക്ഷമായി ചോദിച്ച നിങ്ങളോട് നിഷ്പക്ഷമായിട്ട് തന്നെ മറുപടി പറഞ്ഞതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മദ്ഹബി ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങൾ പിൽക്കാലത്ത് ശിഷ്യന്മാരെ തിരുത്തിയത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്.
അതെന്തുകൊണ്ട് അങ്ങനെ തിരുത്തിയത്? അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാത്തതാണോ? അതല്ലേ വേറെ കൂടുതൽ ചോദിക്കാനുള്ളത്? ശിഷ്യന്മാര് തിരുത്തിയിട്ടില്ല. അവസാന ചോദ്യമാണ്. അല്ല, പല അഭിപ്രായങ്ങളും തിരുത്തിയായിട്ടാണ് എനിക്കറിയാം. എന്റെ പഠനത്തിൽ കഴിഞ്ഞു. പിന്നെ ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞു. അല്ല, എനിക്ക് ഞാൻ മൗലവീയ പണ്ഡിതനൊന്നും അല്ല. ഞാൻ പറഞ്ഞ ആദ്യം നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ എഴുതാൻ വന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു കാര്യം ചെയ്യാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് ഒരു മാതൃകയാണ്. ഇത് 4 പേര് വിലയിരുത്തിയപ്പോൾ കിട്ടിയ 4 അഭിപ്രായങ്ങളാണ്, 4 മദ്ഹബുകൾ. ഈ 4 മദ്ഹബിന്റെ ഇടയ്ക്ക് ഉണ്ടായ അവരുടെ വിലയിരുത്തലാണത് 4 ഇതായത്. അപ്പോ ഇത് 4ഉം ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ അത് ഇതാകുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് ഒരു ചര്യയല്ലേ? നിങ്ങളെ മുട്ടുത്തിക്കാനൊന്നുമല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് ഒരു ചര്യയല്ലേ? എങ്ങനെ നമുക്ക് 4 ഏതെങ്കിലും ഒന്ന് പിൻപറ്റിയാൽ നമുക്ക് ഇങ്ങനെ എത്ര ഉറപ്പാണ്? അപ്പൊ വളരെ എല്ലാവർക്കും മനസ്സിലായി ചോദ്യം. അഥവാ ഇപ്പൊ 4 മദ്ഹബിന്റെ ഇമാമുകൾ 4 അഭിപ്രായം പറയുമ്പോ ഈ 4 അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് വിലയിരുത്തിയിട്ടാവൂലേ? അപ്പൊ നബി തങ്ങൾ ഏതെങ്കിലും ഒന്നല്ലേ ആവുള്ളൂ. ഇപ്പൊ സാധാരണ മുജാഹിദുകൾ ചോദിക്കാറുണ്ട്, ഷാഫി മദ്ഹബിൽ സ്ത്രീകളെ തൊട്ടാ മുറിയും, ഹനഫി മദ്ഹബിൽ സ്ത്രീകളെ തൊട്ടാ മുറിയില്ല, അതിൽ ഏതാ നബി പറഞ്ഞത് അല്ലേ? ഇങ്ങനല്ലേ ചോദിക്കാറുള്ളത്. മദ്ഹബിന്റെ ഇമാമുകൾ അഭിപ്രായ വൈരുദ്ധ്യമല്ല, അഭിപ്രായ വൈവിധ്യങ്ങളിൽ ആവാനുള്ള കാരണം 6 കാരണം. ഇബ്നു തൈമിയ്യയുടെ ഖിലാഫുൽ ഉമ്മത്ത് ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഉമ്മത്ത് അഭിപ്രായ വ്യത്യാസം ആവാനുള്ള കാരണം എന്ത്? ഈ കാരണത്തിൽ 6 കാരണമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം ഇഖ്തിലാഫുൻ നസ്സ്, നബി തങ്ങളിൽ നിന്ന് വ്യത്യസ്ത ശൈലിയിൽ ഹദീസ് ഉദ്ധരിക്കപ്പെടുക. വ്യത്യസ്ത ശൈലിയിൽ ഹദീസ് ഉദ്ധരിക്കപ്പെടുക. അപ്പോ ഒരു ശൈലി ഒരാൾക്ക് കിട്ടി, ഒരു ശൈലി ഒരാൾക്കും കിട്ടി. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബനൂ ഖുറൈളയിൽ എത്തിയിട്ടേ നിങ്ങൾ നിസ്കരിക്കാവൂ എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ഒരു വിഭാഗം ആളുകൾ നിസ്കരിച്ചു, ഒരു വിഭാഗം ആളുകൾ ഖളാ ആക്കി. 2 കൂട്ടരെയും നബി തങ്ങൾ അംഗീകരിച്ചു. 2 കൂട്ടരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കാരണം? ഇത് ഇവരോട് നിർദ്ദേശിക്കപ്പെട്ട 2 ചെയ്തിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമുകളും ഇതുപോലെയാണ്. ഇപ്പോ സ്ത്രീകളെ തൊട്ടാൽ ഉളു മുറിയുക. ഖുർആനിൽ ഔ ലാമസ്തുമുൽ നിസാ എന്നുള്ളതിന് ലാമസ എന്നാൽ ജിമാ, സംയോഗം ചെയ്യുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് സംയോജനം ചെയ്താലേ മുറിയുള്ളൂ എന്നൊരാൾ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആവുന്ന സഹാബത്തിൽ നിന്ന്, ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു എന്ന താബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുമുണ്ട് ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട്. ലാമസ എന്നുള്ളത്, മുലാമസത്ത് എന്നത് ജിമാഇന് മാത്രല്ല, നഹാ റസൂലുള്ളാഹി അൻ ബൈഇൽ മുലാമസ, സ്പർശനം എന്നുള്ളത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അപ്പൊ കേവല സ്പർശനം കൊണ്ട് മുറിയും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലമസ്തും എന്ന ഖിറാഅത്ത് അതിനെ ശക്തിപ്പെടുത്തുകയുമുണ്ട്. അപ്പൊ ഈ മസ്അലയിൽ 2 അഭിപ്രായം ഉണ്ടാവാൻ കാരണം സഹാബത്തിൽ ഉള്ള അഭിപ്രായ വൈവിധ്യങ്ങൾ കൈമാറിയതാണ്. വതലഖത് താബിഊന മിനസ് സഹാബ, ഇബ്നു തൈമിയ്യ പറയാം, താബിഈങ്ങൾ സഹാബത്തിൽ നിന്ന് ഏറ്റെടുത്തു, ആ താബിഈങ്ങൾ മദ്ഹബിന്റെ ഇമാമുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ കാരണം. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, സമയം വളരെ ചുരുങ്ങിയത് കൊണ്ട് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞ 6 കാരണങ്ങളിൽ ഒന്നതാണ്. രണ്ടാമത് ഖിറാഅത്തിലുള്ള വായനയുള്ള മാറ്റം. ഇപ്പോ പശുവിന്റെ വയറ്റിലുള്ള കുട്ടി, ഒരു പയ്യനെ നമ്മൾ അറുത്തു, ശരിക്കും ശ്രദ്ധിക്കണം. പശുവിനെ അറുത്താൽ ഈ ഗർഭമുള്ള പശുവിന്റെ ഉള്ളിൽ ഒരു കുട്ടി, ഈ കുട്ടി ജീവൻ പോയി നിൽക്കുക, അതിനെ ഭക്ഷിക്കാൻ പറ്റുമല്ലേ? ശാഫിഈ മദ്ഹബിൽ പറയുന്നു, ഈ തള്ളയെ അറുത്ത കാരണത്താലാണ് ആ കുട്ടി ജീവൻ പോയതെങ്കിൽ അതിനെ ഭക്ഷിക്കാം. ഹനഫി മദ്ഹബ് പറയുന്നത് എന്താണ്? അല്ല, അതിന് ജീവൻ വേണം, എന്നിട്ട് തള്ളയെ അറുക്കും പോലെ തന്നെ അറുക്കണം. എന്താ തെളിവ്? സകാത്തുൽ ജനീനി സകാത്തു ഉമ്മിഹി, വയറ്റിലുള്ള കുട്ടിയുടെ അറവ് തള്ളയുടെ അറവാകുന്നു അല്ലാഹുവിന്റെ റസൂൽ പറയാം. അപ്പൊ തള്ളനെ അർത്താ മതി. ഇതാ ശാഫിഈ മദ്ഹബ്. ഹനഫി മദ്ഹബോ സകാത്തുൽ ജനീനി സകാത്ത ഉമ്മിഹി, തു എന്നുള്ളത് ത എന്ന് വായിച്ചു. അഥവാ നസൂൽ ഖാഫിദ് മൻസൂബ് എന്ന് പറയും. അഥവാ വയറ്റിലുള്ള കുട്ടിയുടെ അറവ് തള്ളയെ അറുക്കും പോലെ തന്നെയാകുന്നു. നബി തങ്ങൾ ഹർക്കത്തിട്ട് കൊടുത്ത് ബിർ റഫി വൻ നസ്ബി എന്ന് പറയില്ല. അപ്പൊ അങ്ങനെയുള്ള സഹാബത്തിൽ നിന്ന് തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ട ഇറാബ് ഹദീസ്, ഇതാണ് ഇതിലുള്ള അഭിപ്രായ വൈവിധ്യം ഉണ്ടാവാൻ മറ്റൊരു കാരണം.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്യത്തിൽ ഒരാളോട് ഒരു രൂപത്തിൽ പറഞ്ഞു, ഒരു വാക്യത്തിൽ ഒരാളോട് ഒരു രൂപത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുമുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ വിശാലമാണ്. ഇബ്നു തൈമിയ്യ 6 കാരണങ്ങൾ പറഞ്ഞത് കാണാം. ഇത് ഇബ്നു തൈമിയ്യ പറഞ്ഞത് കൊണ്ടല്ല പറയുന്നത്. ഇങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ആമിരി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്കാമിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഗസാലി തങ്ങള് അവിടുത്തെ റിസാലയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഇമാമുകളും അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഒന്ന്, മദ്ഹബിന്റെ ഇമാമുകളെ ഒരിക്കലും ശിഷ്യന്മാർ തിരുത്തിയിട്ടില്ല. നേരെ മറിച്ച് ഈ ശിഷ്യന്മാർ ചെയ്യാറുള്ളത് മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായമായി ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മദ്ഹബിന്റെ ഇമാമ് ഇങ്ങനെ പറഞ്ഞതായിട്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതാണ് എടുക്കേണ്ടത് എന്ന് മദ്ഹബിന്റെ ഇമാമുകളിൽ നിന്ന് തന്നെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഈ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, അത് ബിദ്അത്താണ് എന്ന ചിന്ത ആദ്യമായി ഒന്ന് ഉദ്ധരിച്ചത് ഇബ്നു തൈമിയ്യയായിരുന്നു. പിന്നീട് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ ഇജ്തിഹാദ് ഉണ്ടാവും എന്നൊക്കെ വാദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തഖ്ലീദ് ചെയ്യണം കഴിവില്ലാത്തവർക്ക് എന്ന് നിർബന്ധമായി പറഞ്ഞിരുന്നു. മറ്റേ വാദത്തിൽ നിന്നും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിദ്അത്താണ്, അനാചാരമാണ്, നരകത്തിലാണ് എന്നുള്ളതൊക്കെ 1950 ശേഷമാണ്. അതിന്റെ മുമ്പ് ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ അബുൽ അല മൗദൂദിയുടേതും അതുപോലെയുള്ള അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് ഉണ്ട് എന്ന് വിഷയം ചോദ്യകർത്താവിനോട് ഉണർത്തുകയാണ്. ഷാഫി ഇമാം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും ഖുർആനും സുന്നത്തിൽ എതിര് കണ്ടാൽ അത് നിങ്ങൾ ഖുർആനും സുന്നത്തിലേക്ക് മടങ്ങണമെന്ന് ഷാഫി ഇമാം പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടപ്പോ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ആയിക്കൂടാ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനിനും ഹദീസിനും എതിരെന്തെങ്കിലും കണ്ടാല് നിങ്ങളത് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ ഈ മൊബൈല് ഡൂബ്ലിയാണെങ്കിൽ വലിച്ചെറിഞ്ഞുകൊള്ളൂ എന്ന് നമ്മൾ പറയലുണ്ട്. അതിന്റെ അർത്ഥത്തിൽ ഡൂബ്ലിയാണെന്നല്ല. ഖുർആനിനും ഹദീസിനും അനുകൂലിച്ചത് ഞാൻ പറയൂ എന്നാണ് അതിന്റെ മറുപടി. മാത്രമല്ല ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി തുടങ്ങിയ പ്രയോഗങ്ങളായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലെ. അത്തരം പ്രയോഗങ്ങൾ അത് നിരുപാധികമല്ല എന്നും നമ്മെ പോലെയുള്ള ആളുകൾക്ക് ഇമാം ശാഫിഈ തങ്ങൾ അവരെ പോലെയുള്ള ആളുകൾ പറഞ്ഞതിന് വേറെ ഏതെങ്കിലും ഹദീസ് കണ്ടാൽ തിരുത്താനുള്ളതും അല്ലാതെ ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്ൻ ഖുസൈമ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്ക് തുഹ്ഫ എന്ന് പറയുന്നൊരു ഗ്രന്ഥം ഹദീസിന്റെ വിഷയത്തിൽ എല്ലാ വിഭാഗവും അംഗീകരിക്കുന്ന സഹീഹ് ഇബ്നു ഖുസൈമയുടെ രചയിതാവാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു ഖുസൈമ. ആ അബൂബക്കർ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിന് തുഹ്ഫ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഈ ഒരു ഇമാം ഷാഫിഈ തങ്ങളുടെ ഈ ഒരു വിഷയം വ്യാഖ്യാനിക്കാൻ മാത്രം. അപ്പൊ അതിന്റെ ലളിതവൽക്കരിക്കാൻ ഒരിക്കലും പാടില്ല. ഇതിന് ഇമാം ഷാഫിഈ തങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് സ്ഥിരപ്പെടണം. അതുപോലെ തന്നെ ഒരുപാട് നിബന്ധനകൾ അതിനുണ്ട്. നമ്മെപ്പോലെയുള്ള വിവരം കുറഞ്ഞവർക്ക്, ഞാൻ നിങ്ങളെപ്പറ്റി പറയല്ല, ഞാനും നിങ്ങളൊക്കെ വമാ ഉത്തീത്തുൽ ഇൽമി വളരെ തുച്ഛമായവരാണ്. ഇമാമിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ അവരെ തിരുത്താണ് നമുക്കൊരു ഹദീസിന്റെ എനിക്ക് സ്വാഭാവികമായി തോന്നുകയാണ് പള്ളിപ്രവേശന പള്ളിയിൽ പോയത് വളരെ വ്യക്തമായ ഹദീസ് മുന്നിലുണ്ടായത് കൊണ്ടാണോ എന്ന് ഞാൻ ന്യായമായി സംശയിക്കാണ്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതായി കണ്ടില്ല. പിന്നെ നിങ്ങൾ ആ ക്ലിപ്പൊക്കെ ഇട്ടപ്പോ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ബുയൂത്തുന്ന ഖൈറുല്ലഹുന്ന എന്ന് പറഞ്ഞത് എന്താ ആന മുമ്പിട്ടതാ? കൊടുക്ക വയ്ക്കാം പറയും ഹദീസല്ലേ. ഇവിടെ ക്ലിപ്പിട്ടിട്ടാ സമർത്ഥിച്ചത്. അപ്പൊ ഞാൻ സമർത്ഥിച്ചു എന്നുള്ളത് അംഗീകരിച്ചു, അത് വേറെ വിഷയം. അപ്പൊ സമർത്ഥിച്ചത് ക്ലിപ്പിട്ടിട്ടാന്ന് മൂപ്പര് പറഞ്ഞു. ക്ലിപ്പിട്ടിട്ട് മാത്രല്ല, ക്ലിപ്പ് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാകുന്നു. എങ്ങനെ ഉണ്ടായത്? ക്ലിപ്പിട്ട എന്തിനാണ്? സുത്തബയുടെ വിഷയം പറഞ്ഞപ്പോ അതിനൊരുപാട് ആയത്ത് ഹദീസുകൾ ഓതി. അതുപോലെ സ്ത്രീപള്ളി വേനസത്ത് കുറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ കുറഞ്ഞത് ആ ക്ലിപ്പിട്ടിട്ട് അതിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് പോവുക ചെയ്തത്. അല്ല, അതിന് ഹദീസൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് എന്തെങ്കിലും നിങ്ങൾ പറയണ്ട എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആതിഖ് റളിയല്ലാഹു പള്ളിയിൽ പോയ ചരിത്രം വളരെ വ്യക്തമായിട്ട് ഹദീസിലുണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞേ കണ്ടില്ലല്ലോ. ആതിഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോക്ക് നിർത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയുള്ളത്? പോയിനെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ, ഇനി നിർത്തിനെ പറ്റി എന്ന് പറയും. നിർത്തിനെ പറ്റി നിങ്ങൾക്ക് പലതും പറയാണ്ടാവും. എന്ന് പറഞ്ഞാൽ ഫിത്ന ഉണ്ടായപ്പോഴാണ് നിർത്തിയത്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയാണ്ടാവും. എനിക്കല്ല, നിങ്ങളോടാ ചോദിച്ചത്. ആതിഖ ബീവി പള്ളി പോയതല്ലേ പോയി പറഞ്ഞു? ആതിഖ ബീവി വാർദ്ധക്യ പള്ളി പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന് നിർത്തി. അപ്പൊ സാഹചര്യം വന്നപ്പോ ആതിഖ ബീവി നിർത്തിയല്ലേ? അത് വാർദ്ധക്യ സ്വാഭാവികം നിർത്തൂലേ? അത് നിർത്തിയൊന്നും തെളിവല്ല. വാർദ്ധക്യപ്പോ സ്വാഭാവികമായിട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് നിർത്തിയത്. അങ്ങനെ തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. വാർദ്ധക്യോ? ആതിഖ ബീവി റളിയല്ലാഹു അൻഹ 50ന്റെ മുമ്പിൽ 45 വയസ്സിന്റെ ഉള്ളിൽ മരിച്ച ആളാണ്. ഈ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്?
മറ്റു രോഗങ്ങളായിരിക്കാം. അത് വാർദ്ധക്യം എന്ന് പറഞ്ഞത് അല്ല, ഒരാള് ഇങ്ങനെ ആൾ മരിച്ച വീട്ടിൽ ഇങ്ങനെ തള്ള പോയപ്പോ ആ വൃദ്ധ ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ ഇതിന്റെ മൂത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മരിച്ച ആളെ ആശ്രിതരെ കുടുംബക്കാരെ മൂത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എങ്ങനെയാ മരിച്ചത്? അപ്പൊ ഡോക്ടർ പറഞ്ഞത് വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ടാ. ഞങ്ങളവിടെ ഒരു കുട്ടി മരിച്ചത് അങ്ങനെ തന്നെ. വാർദ്ധക്യം കൊണ്ട് ഉദ്ദേശിച്ചാൽ കാരണം പറഞ്ഞുള്ളൂ. അത് എന്തോ കാരണം രോഗം എന്തെങ്കിലും ആയിരിക്കാം. ആ സാറിനാ വെറുതെ അറിഞ്ഞാട്ടല്ല, അത് കാര്യമില്ല. ഒന്നാ പറഞ്ഞിട്ട് വെറുതെ അറിഞ്ഞാ വാർദ്ധക്യം ഉദ്ദേശിച്ച് എന്തെങ്കിലും വല്ല യുവത്വമാണ്. മനസ്സിലായില്ലേ? അതിനുശേഷങ്ങൾക്ക് സാധാരണ എല്ലാ സ്റ്റേജിലും പറയുന്നൊരു വിഷയമുണ്ട്. പിന്നെ വളരെ വിഷയമൊന്നും ലളിതായിട്ടൊന്നും വ്യക്തമായിട്ട് കാര്യത്തിൽ പറയും. നമുക്ക് വാർദ്ധക്യം, യുവത്വം, തന്താക്കും. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ സ്റ്റേജിലും ചോദിക്കും ചെയ്യാം. എല്ലാ സ്റ്റേജിലും നിങ്ങൾ പറയുന്ന വിഷയമുണ്ട്. ആത്തിക്കവി പള്ളിയിൽ പോയി എന്നിട്ട് നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ ആത്തിക്കവി പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ഫിത്തന ഉണ്ടായപ്പോ നിർത്തിയെന്ന് ആത്തിക്കവി പറഞ്ഞു ഞങ്ങൾ പറയല്ലേ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ റസൂലുള്ളാഹിനെ നേരിട്ട് ദൈവം പഠിച്ച ഈ ആത്തിക്ക ബീവി, സ്വഹാബത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ദീയം പഠിച്ച ഈ ആത്തിക്ക ബിക്ക് ഫിത്തന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഫിത്തന എന്ന് മനസ്സിലായിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാക്കാണോ ഫിത്തന കൂടുതൽ മനസ്സിലായത്? ആത്തിക്ക ബിക്കാണോ കൂടുതൽ ഫിത്തന മനസ്സിലായത്? നിങ്ങൾക്ക് ഫിത്തന മനസ്സിലായത് ആത്തിക്ക ബീവിക്ക മനസ്സിലായത്. അതുകൊണ്ടാണ് നിർത്തിയത്. ഫിത്തന ഉണ്ടായി, ഫസദന്നാസു, ജനങ്ങളൊക്കെ ഫിത്തനയിലാണ്. ആത്തിക്ക ബീവി അതുകൊണ്ട് എന്തായി? നിർത്തും ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല ആത്തിക്ക ബീവിക്കും എന്തായി? ഫിത്തനുണ്ട് എന്നുള്ളത് മനസ്സിലായി. വളരെ വ്യക്തമാണ്. മാത്രമല്ല ആത്തിക്ക ബീവിയുടെ പള്ളിപ്രവേശത്തെ സംബന്ധിച്ച് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അത്തഅലമീന ആത്തിക്ക, നിനക്കറിയില്ലേ, അന്ന ഉമറ, നിശ്ചയം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യക്റഹു ദാലിക, പള്ളി പോക്ക് വെറുക്കുന്ന ആളാണ്. അപ്പൊ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു പുണ്യകർമ്മമാണെങ്കിൽ എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹു വെറുത്തത്? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് ജുമാക്ക് ഇങ്ങനെ നിൽക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ പള്ളിയിലേക്ക് വന്നു. ഉടനെ തന്നെ ആട്ടി ഉഖ്റുജ്ന ഇലാ ബുയൂത്തികുന്ന, ഓരോ വീട്ടിൽ നിന്നാണ് ആട്ടി വിട്ടു. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു SSF കാരനാ? അതെ, SSF കാരനാണ്. അതുകൊണ്ടാണ് സുന്നിയാണ്. അപ്പൊ സുന്നത്തെ മാത്തിന്റെ ഒരു ആശയാണത്. ഞാൻ നേരത്തെ ക്ലിപ്പിട്ടപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹാബത്ത് നിർമ്മിച്ച പള്ളിയിൽ സ്ത്രീകൾ പള്ളിയിൽ പോവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനെ ആയത്തോതി. ക്ലിപ്പല്ല, ലാ തഖും ഫീഹി അബദ എന്നുള്ളത് എന്താണ്? അത് ക്ലിപ്പല്ല, പിന്നെ അള്ളാന്റെ ഖുർആനിലെ ആയത്താണ്. എന്നുള്ള ഹദീസ് ഓതി, അത് ഹദീസാണ്. പിന്നെ എന്തേ ഓതായിന്ന് വെച്ചാൽ എന്തേ കേക്കായി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഒക്കെ ശ്രദ്ധിക്കണം, ചോദ്യവും മറുപടി ഒക്കെ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലായി. ആത്തിക്കബിക്ക് ഫിത്തന മനസ്സിലാവുന്ന നിർത്തി നിങ്ങൾ പറഞ്ഞു. അപ്പോ ന്യായമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, ആദ്യം അധികം ഒരു പ്രാവശ്യം നിർത്തിയാലോ, ഫിത്തന മനസ്സിലായി നിർത്തിയെന്ന് പറഞ്ഞു. രണ്ടാമത് വിവാഹം കഴിച്ചപ്പോ വീണ്ടും പോയല്ലോ. അപ്പൊ രണ്ടാമത് പോകലിനെ കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം? രണ്ടാമത് പോയി ഫിത്തന മനസ്സിലായിട്ട് പിന്നെ ആത്തിക്കാവി ദീനെതിരെ ചെയ്തു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആദ്യം ഫിത്തന മനസ്സിലായി, രണ്ടാമത് ഫിത്തനന്റെ ഗ്രേഡ് എത്രയെന്ന് മനസ്സിലായി. ആദ്യം ഫിത്തന മനസ്സിലായി. അപ്പൊ റസൂലുള്ളാഹി ദീൻ പഠിച്ച ആത്തിക്കാവിക്ക് ഗ്രേഡ് മനസ്സിലാകാൻ വേണ്ടി കാത്തിക്കേണ്ടി വന്നു ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്കാണ് പേര് ഗ്രേഡ് മനസ്സിലാക്കുന്നത്. അത് ചില സമയത്ത് ഗ്രേഡ് മനസ്സിലാവും. ഇപ്പൊ നമ്മൾക്ക് ഈ വയറിളക്കത്തിന്റെ ഗ്രേഡ് ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഫിത്തന എന്നുള്ള വിഷയം ആദ്യം അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് എത്തിയിരുന്നു. അങ്ങനെ എന്തായി, രണ്ടാമതും ഇങ്ങനെ പോകുക എന്നുള്ളത് തീരുമാനിച്ചപ്പോ രണ്ടാമത് ഇങ്ങനെ പോയി, ഒന്ന് പോയി നോക്കിയിട്ടുള്ളൂ. അപ്പൊ അതിന് പിന്നെ അടിറ്റി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളും ചുരുക്കി പറഞ്ഞ, ഞാനും ചുരുക്കി പറയാം, കാരണം സമയമല്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു തച്ചില്ലേ? തീർച്ചയായിട്ടും. എന്തിന്? ഫിത്തന ഉണ്ടായതുകൊണ്ടൊക്കെ തച്ചേ. അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, ഫിത്തന ഉണ്ടായതുകൊണ്ട് ഒരു ഉമർ തച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആത്തിക്കവിക്ക് നിങ്ങൾ പറഞ്ഞ ഫിത്തന മനസ്സിലായി ആടിനെ കുറിച്ചാണ് ഫിത്തന എന്ന് പറഞ്ഞത്. അന്നത്തെ സാഹചര്യത്തിൽ അത് അത്ര വലിയ പ്രശ്നമല്ല എന്ന് കരുതിയിട്ടാണ് രണ്ടാമത് പോയി എന്ന് പറയപ്പെടുന്നത്. ഈ രണ്ടാമത് പോയി എന്ന് പറയുന്നത് സഹീഹായിട്ട് തന്നെയാണ് സ്ഥിരപ്പെട്ടത് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ ആദ്യത്തെ ആ ഫിത്തന എന്ന് പറഞ്ഞത് അടിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അത് എവിടെ ഉദ്ധരിച്ചാണ് രണ്ടാമത്തെ സംഭവം? ഹദീസ് പറഞ്ഞു കൊടുക്കില്ല. തീർച്ചയായിട്ടും സഹീഹാണെന്നുള്ള അഭിപ്രായം ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് പറഞ്ഞത്. തീർച്ചയായിട്ടും ഉണ്ടാണെങ്കിൽ എവിടെയെന്ന് അറിയണല്ലോ, ഒന്ന് പറയും. ഉദ്ധരിച്ച് ഞാൻ പണ്ഡിതനോട്, ഞാൻ സംശയ നിവാരണത്തിന് വേണ്ടി വന്നാണ്. സംശയ നിവാരണത്തിന് വേണ്ടി വന്ന ഒരാൾ തീർച്ചയായിട്ടും സഹീഹാണെന്ന് പറയുമ്പോൾ അറിയാതെ പറയാൻ പറ്റൂലല്ലോ.
അപ്പൊ തീർച്ചയായിട്ടും എന്ന് നിങ്ങൾ പറഞ്ഞത് പിൻവലിക്കാണോ മുൻവലിക്കാണോ എന്താ ചെയ്യണത്? ശരിയാണോ അല്ലേ തെറ്റാണോ അല്ലേ? പിൻവലിച്ചോ? അള്ളാഹു ശരി. അപ്പൊ പിൻവലിച്ചോ. ഒരു കാര്യം മനസ്സിലായി. ഗ്രേഡ് ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ ഫിത്തനക്കില്ലേ അങ്ങനെ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും പോകാൻ പാടില്ല. ഫിത്തന ഗ്രേഡ് ഉണ്ട്. ഇപ്പൊ വൽ ഫിത്തനത്തു അശദ്ദു മിനൽ ഖത്ലി. അങ്ങനെ ചില ഫിത്തനകൾ എന്താണ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരാൾ കുപ്പായത്തിന്റെ ബാക്കിൽ കെട്ടിട്ടു നിൽക്കുക, അത് ചെറിയ വിത്തനയാണ്. ഒരാൾ എന്താ ബാക്കിൽ പരിധിക്ക് അടിച്ചു നിൽക്കുക, അത് വലിയ വിത്തനയാണ്. അല്ല കുറച്ചുകൂടി എന്താണ് ഒരാൾ ഇടിച്ചു കൊണ്ട് മറിച്ചിട്ടു നിൽക്കുക, അത് വലിയ വിത്തനയാണ്. അപ്പൊ ഗ്രേഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് എന്താണ് സർവ്വസാധാരണ ഉറപ്പല്ലേ? അതിന് തിരിയണമെങ്കിൽ എന്താണ് കസാല മറിച്ചിട്ടൊക്കെ ഇരുന്നാൽ മതി. അപ്പൊ ഫിത്തനയുടെ ഗ്രേഡ് നമുക്ക് തിരിയും. ഞങ്ങൾക്ക് പറയല് ആതികാവി ആദ്യം ഫിത്തന എന്ന് പറഞ്ഞത് ഉമർ അള്ളാഹിനെ അടിച്ച ആടിനെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ്. ആതികാവി ആദ്യം ഫിത്തന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉമർ അള്ളാഹിനെ അടിച്ച ആടിനെ കുറിച്ചാണ്. അതല്ലെങ്കിൽ വീണ്ടും ഫിത്തന മനസ്സിലാകാത്തതാണ് ആതികാവി വെള്ളി പോയത് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷവും ആ ഒരു സംഭവം എന്നോ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അതിന്റെ ശേഷം പോണ്ടേ? വഫാത്ത് വരെ പോയിട്ടില്ല എന്നാണല്ലോ. വല്ലാഹി മാ ഖറജത്. നിങ്ങൾ വിവരമില്ലാത്ത ആളാണെന്ന് പറഞ്ഞു. എന്നാൽ വിവരമുള്ള ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അത് കേട്ടുകൊള്ളുക. വഫാത്ത് വരെ മരിക്കണത് വരെ പിന്നെ പോയിട്ടില്ല എന്ന് ചരിത്രത്തിന് കിതാബിലുണ്ട്. നിങ്ങളെ വായിച്ച കിതാബ് ഏതാണോ അതിന് നേരപ്പുറത്ത് നോക്കിയാൽ മതി. ഹദീസ് തന്നെ ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കാണ്. ഒന്ന് ആഗ്രഹിക്കും പെട്ടെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച സമയത്ത് ഒരുപാട് സ്വഹാബ തങ്ങൾ അവിടെ ഉണ്ട്. ഒരു മിനിറ്റ് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ചു ചോദിക്കുകയാണ്. ഇപ്പൊ ഈ ആറ്റിക്കന്റെ വിഷയത്തിനെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി എന്താ ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് അംഗീകരിച്ചോ? ശരിയാണോ? പിൻവലിച്ചോ? എന്താണ് ആത്തിഖാന്റെ വിഷയത്തെ കുറിച്ച്? ഫിത്തന ഞാൻ പറഞ്ഞല്ലോ, ഫിത്തന ഭയപ്പെട്ടത് കൊണ്ടാണ് ആദ്യ ഫിത്തന എന്ന് പറഞ്ഞു. ഉമർ അള്ളാഹിനെ അടിച്ചതിനെ കുറിച്ചാണ് ആദ്യ ഫിത്തന എന്ന് പറഞ്ഞു. രണ്ടാമത് ആർത്തിക സഹജമായ കാരണം കൊണ്ടായിരിക്കും പോകാതെ. ആത്തിക ബീവി പള്ളിയിൽ പോക്ക് നിർത്തിയെന്നും അത് ഫിത്ന കൊണ്ടാണ് എന്നും അതുകൊണ്ട് ആത്തിക ബീവി നിർത്തിയത് കൊണ്ട് നമുക്കും ഇനി ഒരിക്കലും തുടരാൻ പാടില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ ആത്തിക ബീവിയുടെ വിഷയത്തിൽ പ്രമാണബദ്ധമായിട്ട് വിശദീകരണം നൽകി. അത് തൃപ്തികരം ആണോ അല്ലെങ്കിൽ അല്ല, എന്തുകൊണ്ടല്ല അത് പറയും. എന്തുകൊണ്ടല്ല? സംശയ നിവാരണത്തിന് വേണ്ടി എന്നൊരാളോട് എന്തുകൊണ്ടല്ല എന്നല്ലേ കാരണം തെളിയിക്കണം എന്ന് പറഞ്ഞാൽ അത് ചില സംഗതികൾ ചോദ്യത്തിന് ചോദ്യം കൊണ്ട് മറുപടി ഉണ്ടാവും. ചില കാര്യങ്ങൾ ചോദ്യത്തിൽ ചോദിച്ച ആ ചോദ്യത്തിന് പിന്നെ സംശയങ്ങൾ തീർക്കേണ്ടി വരും. പഠിച്ചു പ്രതികരിക്കുന്നതാണ്, പഠിച്ചതിന് ശേഷം പ്രതികരിക്കുന്നതാണ്. പഠിച്ചു വരികയല്ലേ, അത് എപ്പോഴും പഠിക്കണം. പക്ഷെ പഠിക്കണം തികയില്ല എന്ന് മാത്രം. ഇപ്പോ പണ്ട് ഞങ്ങളുടെ നാടിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു മൗലവി വന്നിട്ട് ഉൾക്കെട്ടിന് എന്താ തെളിവെന്ന് വെച്ചു. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അംഗീകരിച്ചു വെച്ചേക്ക് പഠിക്കട്ടെ. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞേക്ക് ആ മൗലവി പിന്നെയും വന്നു. കാക്കുഞ്ഞുട്ടി പഠിച്ചോ ചോദിക്കാൻ പുറപ്പെട്ടോട് കൂടെ. അന്നൊരു കൊല്ലം മുമ്പ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ പഠിച്ചിട്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ആകാൻ പറ്റൂല. എന്നാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മർക്കട മുഷ്ടി നമുക്ക് പാടില്ല. വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് അവരുടെ ഇസ്തിഹാസ ഷിർക്കാണെന്നതിന് ഒരുപാട് സമർത്ഥനങ്ങൾ നടത്തി. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹു തആല ഇസ്തിഹാസ ഷിർക്കാണെന്ന് ഖുർആനിലൂടെ വളരെ വ്യക്തമായി പറയുന്നു. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമയൂ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കാണ്. അത് നാളെ ആഖിറത്തിൽ നിങ്ങൾ വിളിച്ചു തേടുന്ന, നിങ്ങൾ ഇസ്തിഹാസ നടത്തുന്ന ആളുകൾ നിഷേധിക്കുമെന്നും അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു. പിന്നെ എന്തിനാണ് ഈ സമൂഹത്തെ ഷിർക്കിലേക്ക് നിങ്ങൾ വഴി നടത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇസ്തിഹാസ ശിർക്കാണെന്ന് ഞങ്ങൾ സമർത്ഥിക്കുകയില്ല. ഇസ്തിഹാസ ശിർക്കാണെന്ന് ഞങ്ങൾ സമർത്ഥിക്കും. അത് ആദ്യം പറഞ്ഞ് പിൻവലിക്കണം. ഇസ്തിഹാസ ശിർക്കാണെന്ന് ഞങ്ങൾ സമർത്ഥിച്ചിട്ടില്ല. ഇസ്തിഹാസ ശരിയാണ്. അത് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മാതൃകയാണ് ഞങ്ങൾ പറഞ്ഞത്. അൽ ബിദായ വൻ നിഹായയില് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഒരു സംഭവം ഞാൻ ആദ്യം പറയാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ആയത്തിന് മറുപടിയും പറയും. ഇതില് മഹാനായ വലിയ ഹദീസ് പണ്ഡിതനാണ് ഇമാം ബൈഹഖി റഹ്മഹുള്ള. അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസിൽ പറയുന്ന അസാബന്നാസ കഹ്തുൻ, ജനങ്ങൾക്ക് വെള്ളക്ഷാമം നേരിട്ടു. ഫീ സമനി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്. ഫജാഅ റജുലുൻ ഇലാ ഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്കാ വന്നത്. എന്നിട്ട് ഫഖാല യാ റസൂലല്ലാഹ്, മരണപ്പെട്ടു പോയ റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു, ഇസ്തസ്ഖിലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. മരണപ്പെട്ടു പോയ റസൂലിനോടാണ് അള്ളാഹുവിനോട് മഴ വാങ്ങിത്തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്.
ഫഅതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. അങ്ങനെ റസൂലുള്ളാഹ് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഫഖാല യുതി ഉമറ ഫഖ്രിഉഹും ബിസ്സലാം വഅഖ്ബിറുഹും അന്നഹും മുസ്ഖൂൻ. നീ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാല അദ്ദേഹത്തിന്റെ സമീപത്ത് പോയി അദ്ദേഹത്തോട് പറയണം ലഭിക്കും എന്ന സന്തോഷ വാർത്ത പറയണമെന്നും വകുല്ലഹു അലൈക ബിൽ കയ്യിസ് അൽ കയ്യിസ്, ഒന്ന് കടുപ്പം കുറച്ച് ഭരിക്കാൻ വേണ്ടി പറയണമെന്നും പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ച് അങ്ങനെ അദ്ദേഹം ചെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ റബ്ബി മാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു എന്ന് പറഞ്ഞു അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച സംഭവം ഉദ്ധരിച്ച് ഇബ്നു കസീർ പറയുന്നു, വഹാദാ ഇസ്നാദുൻ സഹീഹുൻ, ഇത് ശരിയായ പരമ്പരയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരണപ്പെട്ടുപോയ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായാർത്ഥന നടത്താൻ പാടില്ല എന്നാണ് നിങ്ങളുടെ വാദം. അത് ഞങ്ങളുടെ വാദമല്ല, അത് പാടുണ്ട് എന്നാണ് ഞങ്ങളുടെ വാദം. ആ വാദം തെളിയിക്കാൻ ഒരൊറ്റ സംഭവം തെളിവിന് പറഞ്ഞാൽ മതി. അത് ഈ സംഭവത്തിൽ ഉണ്ട്. അതേ സമയത്ത് ആയത്തിൽ പറഞ്ഞത് മക്കത്തെ മുശ്രിക്കുകള് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ധാരാളം ആരാധ്യ വസ്തുക്കളുണ്ടെന്നും കീഴ്ദൈവങ്ങളുണ്ടെന്നും വിശ്വസിക്കുക, ആ അല്ലാഹുവിനെ എതിർക്കാനും അതുപോലെ തന്നെ അവരെ പരാജയപ്പെടുത്താനുമുള്ള കഴിവുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഖുല്ലൗ കാന മഅഹു ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. അല്ലാഹുവിന്റെ കൂടെ മുശ്രിക്കുകൾ പറയുന്നത് പോലെ മറ്റു ദൈവങ്ങളുണ്ടെങ്കിൽ ലഫസദത, ആകാശവും ഭൂമിയും ഫസാദാകുമായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ അപ്പൊ അള്ളി മലക്കുകളും പ്രവാചകന്മാരും ഒക്കെ ഒന്നുള്ളതുകൊണ്ട് ഒരു ഫസാദില്ലല്ലോ. അപ്പൊ ഇവരെയും വിശ്വാസം അങ്ങനെ തന്നെയാണെങ്കിൽ ഈ ആയത്തിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. പള്ളുണ്ട്, മലക്കുകളുണ്ട്, അമ്പിയാക്കൾ, ധാരാളം അമ്പിയാക്കളുണ്ട്. അള്ളാന്റെ കൂടെ അമ്പിയാക്കളും മലക്കുകളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ലോകം വസാദാവുമായിരുന്നു. അങ്ങനെ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിലില്ല. അതേ സമയത്ത് മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ദൈവങ്ങളുണ്ടെങ്കിൽ ലോകം വസാദാകും. അപ്പൊ അള്ളാഹിനെ എതിർക്കാൻ കഴിയും നാകണവരെ വിശ്വാസം, അല്ലെങ്കിൽ അള്ളാഹു ആ പറഞ്ഞതിന് അർത്ഥമില്ല. ഇത് ധാരാളം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ആ ദൈവങ്ങളെ വിളിക്കുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പണ്ഡിതന്മാര് അവിടെയൊക്കെ ആലിഹത്ത് അസ്നാമ് എന്നാണ് അവിടെ എല്ലാ തഫ്സീറുകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്തിഗാസ ശിർക്കാണ് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അത് സ്വഹാബത്തിന്റെ ചര്യയാണ്, താബിഈങ്ങളുടെ ചര്യയാണ്. മഹാനായ ഇമാം സുബ്കി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ശിഫാഉ സഖാമിലും ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ ജൗഹറുൽ മുനല്ലമിലും പറഞ്ഞു, ഇത് അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ചര്യയാണ്, അവരൊക്കെ ചെയ്ത കാര്യമാണ്. ഇബ്നു തൈമിയ്യ വരുന്നതിന് മുമ്പ് ലോകത്ത് ഒരു പണ്ഡിതനും അതിനെ എതിർത്തിട്ടില്ല എന്ന് ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ തന്നെയും പറഞ്ഞിട്ടുണ്ട്, ഞാനാണത് ആദ്യം എതിർത്തത്. മജ്മൂഉ ഫതാവയിലും ഞാനാണ് ആദ്യം ഇസ്തിഗാസ എതിർത്തത് ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലിൽ വെച്ച് കെട്ടിയതാണ് എന്നൊന്നും പറയേണ്ടതില്ല. അതുകൊണ്ട് ആയത്തിൽ പറഞ്ഞത് മാത്രമല്ല, ആ ആയത്തുകൾക്കൊക്കെ നിങ്ങളും മറുപടി പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ജിന്നുകളോട് സഹായം ചോദിക്കാന്നപ്പ പറയും, ജിന്നുകളോട് സഹായം ചോദിക്കുക. ഈ ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെ നോക്കിയാല് ജിന്നിനോട് സഹായം ചോദിക്കുന്നതും അതിൽ പെടും എന്ന് തഫ്സീറിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ആയത്തുകൾക്കൊക്കെ നീ ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് പറയുന്ന നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? അതുപോലത്തെ ഒരു മറുപടി ഞങ്ങൾക്കുണ്ടെന്ന് കൂട്ടിക്കോളി. അത്രേ ആയത്തിനെ കുറിച്ച് പറയാനുള്ളൂ. ജിന്നുകളോട് സഹായം ചോദിക്കാം. കേട്ടോളി, ഞാൻ വായിക്കാം. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ധാരാളം മുജാഹിദീങ്ങൾ ആ ജിന്നിനോട് സഹായം ചോദിക്കാം. എവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നൊക്കെ ചോദിക്കാം, കാണൊന്നും വേണ്ട. അതുപോലെ മലക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നൊക്കെ മലക്കുകളോടും ചോദിക്കാം, ജിന്നുകളോടും ചോദിക്കാം. ഇവിടെ പറയുന്ന ഈ ആയത്തിന്റെ തഫ്സീറുകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ജിന്ന് എന്നൊക്കെ എഴുതി കാണും. അപ്പൊ ആ ആയത്തുകൾക്കൊക്കെ ഇനി നിങ്ങളും മറുപടി അറിയേണ്ടതുണ്ട്. നിങ്ങൾ എന്ത് മറുപടിയാ പറയുന്നത്? അതുപോലെ തന്നെ മറുപടി ഞങ്ങൾക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോളി. ജിന്നോടോട് ചോദിച്ചാൽ തൗഹീദ്, ഔലിയാക്കളോട് ചോദിച്ചാൽ ശിർക്ക്.
ശൈത്താനോട് ചോദിച്ചാൽ തൗഹീദ്, വലിയനോട് ചോദിച്ചാൽ ശിർക്ക്. ഈ അവസ്ഥയിലാണ്, കൂരാക്കുറുക്കിലാണ് ഇപ്പൊ മുജാഹിദുകൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗാസക്കെതിരെ എന്തെല്ലാം ആയത്തുണ്ടോ ആ ആയത്തുകളൊക്കെ നിങ്ങളെ നേർക്കും എത്തിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് മറുപടിയാ പറയുന്നത്? അതുപോലത്തെ മറുപടികളൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് നൂട്ടിക്കോളി. നിങ്ങൾക്ക് ആ മറുപടി അവിടെയൊക്കെ മറുപടി പറയാനും നിങ്ങൾ പറയുന്ന ഏത് സ്വീകരിക്കാനും ഞങ്ങൾ പറയുന്നത് മാത്രം സ്വീകരിക്കൂലെന്നും അത് ന്യായമല്ലല്ലോ. ആനി ചോദിക്കണ്ടേ ചോദിക്കും. വൈൻ തദൂഹും എന്നതിന് പണ്ഡിതന്മാര് വിശദീകരണം കൊടുത്തത് തസ്തഗീസു എന്നാണ്. നിങ്ങൾ ഇസ്തിഗാസ നടത്തിയാലെന്നാണ്. അല്ലാഹു തആല ഖുർആനിൽ 2 ഇസ്തിഗാസ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വസ്തഗാസഹുല്ലദീ മിൻ ശിയാത്തിഹി അലല്ലദീ മിൻ അദുവിഹി എന്ന്. ഇത് ഭൗതിക സഹായമായി നമുക്ക് പഠിക്കാം. അല്ലാഹു തആല ഖുർആനിൽ മറ്റൊരു ഇസ്തിഗാസ പരിചയപ്പെടുത്തുന്നു. വൈൻ തസ്തഗീസു ബിക്കും ബിറബ്ബിക്കും. അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, ഈ 2 സന്ദർഭവും പഠിച്ചാൽ ഭൗതിക സഹായത്തെയും അഭൗതിക സഹായത്തെയും നമുക്ക് വ്യത്യസ്തമായി തന്നെ പഠിക്കാൻ കഴിയും. പിന്നെ ഈ ഖുർത്തുബിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഖുർത്തുബി പറയുന്നു, ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മലായിക്കത്തുകളോടും അമ്പിയാക്കളോടുമുള്ള സഹായാർത്ഥനയാണ്. അതിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും പറയുന്നുണ്ട് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് സുന്നികൾ നടത്തുന്ന ഈ സഹായാർത്ഥന ശിർക്കാണെന്ന് വന്നു, അതിൽ സംശയമില്ല എന്ന് ഇവിടെ സമർത്ഥിക്കപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെ കിട്ടിയതാ? അല്ലാഹു അഅലം. ഓതിയ ആയത്തിന്റെ തെറ്റാണ്, പിന്നെ പരിചയക്കുറവുകൊണ്ടായിരിക്കും മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞ ഏതാണ്? 2 ഇസ്തിഗാസയാണ് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഫസ്തഗാസഹുല്ലദീ മിൻ ശിയത്തിഹി അലല്ലദീ മിൻ അദുവ്വിഹി. അവിടെ ഇസ്തഗാസ എന്ന ഒരു പദം. മറ്റേ ഇത് തസ്തഗീസൂന റബ്ബക്കും, ഇത് തസ്തഗീസൂന റബ്ബക്കും എന്നാണ് മറ്റേ സ്ഥലത്തുള്ള ഇസ്തിഗാസ നടത്തുക. അതായത് ദുആ എന്ന പ്രയോഗത്തെ 10-ലധികം അർത്ഥങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അർത്ഥമാണ് ഇസ്തിഗാസ. വദൂ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് എന്ന സ്ഥലത്ത് ഇസ്തിഗാസ എന്ന അർത്ഥത്തിനാണ് വിശുദ്ധ ഖുർആനിൽ ദുആ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ, മറ്റു പല സ്ഥലങ്ങളിലും പല അർത്ഥങ്ങൾക്കുണ്ട്. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ എന്റെ കൗമിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ആരാധന ചെയ്തു എന്നല്ല അർത്ഥം, അവരെ ദഅവത്ത് നടത്തി ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നാണ്. അതുകൊണ്ട് കാണുന്ന ദുആക്കൊക്കെ ആരാധന എന്ന അർത്ഥം വിശുദ്ധ ഖുർആനിൽ ഇല്ല. അതേ സമയത്ത് ഉള്ള സ്ഥലത്ത് തന്നെ ദൈവമാണെന്ന വിശ്വാസത്തോടെ അവരെ ആലിഹത്തുകളോട് വിളിച്ചതാണ് എന്ന് പണ്ഡിതന്മാർ മുഴുവനും അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി لا يستجيب له إلى يوم القيامة وهم من دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. എന്ന സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ എന്ന സ്ഥലത്ത് മഹാനായ ഇമാം തുബ്രി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ബയാൻ എന്ന തഫ്സീറിൽ പറയുന്നു, ഒരിക്കലും ഉത്തരം ചെയ്യൂല. ലിഅന്നഹാ ഹജറുൻ, വിളിക്കപ്പെടുന്ന സാധനം കല്ലാണ്. ഔ ഹസബുൻ, അല്ലെങ്കിൽ മരമാണ്. അപ്പൊ കല്ലിനെ ആരാധന ചെയ്യുന്ന ആളുകൾ കല്ലിനെ വിളിക്കുന്നു. ഈ വിളിക്ക് കല്ലുകൾ ഉത്തരം ചെയ്യൂല. മരത്തിന് ആരാധന ചെയ്യുന്ന ആളുകൾ മരത്തെ വിളിക്കുന്നു. ആ വിളിക്കും മരങ്ങൾ ഉത്തരം ചെയ്യൂല. അവിടെയും വമൻ അളല്ലു മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു, മൻ എന്ന പ്രയോഗം തന്നെയാണ് അവിടെയും ഉള്ളത്. ഇതൊക്കെ അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കൾ, അത് കല്ലാകട്ടെ, മരമാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, മറ്റു നക്ഷത്രങ്ങളാകട്ടെ, ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തെ വിളിക്കുന്നതിന് കല്ലുകൾ ഉത്തരം ചെയ്യൂല, സൂര്യൻ ഉത്തരം ചെയ്യൂല, അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ ഉത്തരം ചെയ്യൂല എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് മഹാനായ ഇബ്നു ജരീർ തുബ്രി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം റാസി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ധാരാളം പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ അത് ചെയ്യാവുന്നതാണ് എന്ന് അല്ലാഹു വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. ഇന്നമാ വലിയുക്കും, നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ സഹായി. ചോദിച്ചോളൂ. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണ് നിങ്ങളുടെ സഹായി. ചോദിക്കരുതേ എന്നല്ല, ചോദിച്ചോളൂ.
വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയൂതൂനസ്സകാത്ത വഹും റാകിഊൻ. വളരെ വിനയാന്വിതരായി നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഔലിയാക്കളുമാണ് നിങ്ങളുടെ സഹായികൾ. ചോദിച്ചോളൂ. ഈ ആയത്തെ വിശദീകരിച്ച് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട്. വകുല്ലു മൻ അൻസഫ വതറക തഅസ്സുബ വമൻ തഅമ്മല ഫീ മുഖദ്ദിമത്തിൽ ആയത്തി വഫീ മുഅഖരിഹാ ഖതഅ ബിഅന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുകുമുല്ലാഹു ലൈസ ഇല്ലാ ബിമഅനൻ നാസിരി വൽ മുഹിബ്ബി. ഈ ആയത്തിൽ പറഞ്ഞ വകുല്ലു മൻ അൻസഫ നിഷ്പക്ഷത പാലിച്ചവൻ വതറക തഅസ്സുബ പക്ഷപാതം ഒഴിവാക്കിയവനും ഖതഅ അവൻ തറപ്പിച്ചു പറയും ബിഅന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുകുമുല്ലാഹു ഇന്നമാ വലിയുകുമുല്ലാഹു എന്ന സ്ഥലത്ത് പറഞ്ഞ വലിയ ലൈസ ഇല്ലാ ബിമഅനൻ നാസിരി സ്നേഹിക്കുന്നവൻ എന്ന അർത്ഥത്തിന് അല്ലാതെയല്ല, അതിന് മാത്രമാണ് എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ച് കാണാം. അയ്യുഹൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളെ ലൈസ ലക്കും നാസിറുൻ നിങ്ങൾക്ക് സഹായിയില്ല ഇല്ലല്ലാഹ് അല്ലാഹയല്ലാതെ സഹായിയില്ല വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലുമല്ലാതെ സഹായിയില്ല. അതുപോലെ തന്നെ അല്ലാഹു തആല വിശേഷണം പറഞ്ഞ ആളുകൾ അവരുമല്ലാതെ സഹായികളില്ല. അതേ സമയത്ത് ഫഅമ്മൽ യഹൂദു വൻ നസാറ ജൂത നസാറാക്കൾ അല്ലദീന അമറക്കും അവരെ സഹായികളാക്കരുത് എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളൊന്നും ഫലൈസൂലക്കും മൗലിയാ അവർ നിങ്ങൾക്ക് സഹായികളോ വലാ നസറാ സഹായിക്കുന്നവരോ അല്ല എന്ന് മഹാനായ അബൂ ജഅഫർ അത്ത്-തബരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ജാമിഉൽ ബയാൻ എന്ന ഗ്രന്ഥത്തിലും ഇതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഇത് തന്നെയാണ് മുജാഹിദുകൾ അവരുടെ അൽമനാറിലും നൽകിയിട്ടുള്ളത്. സഹായിക്കുന്നവരോടൊക്കെ സഹായം ചോദിക്കാമെന്ന് പിലാത്തറ നടന്ന സോവനീറിലും മുജാഹിദുകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് സഹായം ചോദിക്കാൻ തന്നെ പറഞ്ഞു. പക്ഷെ ഏത് ചോദ്യം? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നമാ വലിയുക്കും തീർച്ചയായും നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്. പിന്നെ പറഞ്ഞത് എന്താ? വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലുമാണ്. എന്തേ അവിടെ അബ്ദുഹു എന്ന് പറയാതിരുന്നത്? എന്തേ റസൂലിന്റെ പേരായ മുഹമ്മദ് എന്ന് പറയാതിരുന്നത്? അള്ളയും മുഹമ്മദുമാണ് സഹായി എന്നല്ല പറഞ്ഞു. അള്ളാഹുവും അള്ളാഹുവിന്റെ അടിമയുമാണ് സഹായി എന്നുമല്ല പറഞ്ഞത്. പിന്നെ റസൂലുഹു എന്നാ പറഞ്ഞത്. എന്തിനാണ് ഈ വിശേഷണം? റസൂൽ എന്നുള്ള വിശേഷണം അവിടെ ഉപയോഗിച്ച് എന്തിനാ? ഉദാഹരണമായിട്ട് എഞ്ചിനീയർ സഹായിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന സഹായത. ഡോക്ടർ സഹായിക്കുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന സഹായത. ആശാരി സഹായിക്കുന്നു നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന സഹായത. എഞ്ചിനീയർ സഹായിക്കും എന്ന് പറയുമ്പോ എത്തുന്ന സഹായമല്ല ഡോക്ടർ സഹായിക്കും എന്ന് പറയുമ്പോ എത്തുന്നത്. ഡോക്ടർ സഹായിക്കും എന്ന് പറയുമ്പോ എത്തുന്ന സഹായമല്ല ആശാരി സഹായിക്കും എന്ന് പറയുമ്പോ എത്തുന്നത്. ഇതൊക്കെ വ്യത്യസ്ത സഹായങ്ങളാണ്. അപ്പൊ റസൂലി എന്ന അഡ്രസ്സിൽ ഒരു സഹായമുണ്ട്. അതാണ് മുഅ്ജിസത്ത് കൊണ്ടുള്ള സഹായം. റസൂലി എന്ന് പറഞ്ഞാൽ തന്നെ മഹാനായ ഇമാം മസാലി റഹ്മഹുല്ലാ അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇമാം മസാലി പറഞ്ഞ ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലി എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകമായി നബി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത പ്രത്യേകമായ ധാരാളം കഴിവുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിജ്ഞാനം, അദൃശ്യം അറിയാനുള്ള കഴിവ്, അതുപോലെ മലക്കുകളെ കാണാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ റസൂൽ തന്നെ ഉള്ളൂ. അതുകൊണ്ട് റസൂല് സഹായിക്കുന്ന അവിടെ പറഞ്ഞ് ആ സഹായം മുഅ്ജിസത്തിലൂടെയുള്ള സഹായമാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹളറത്തിൽ എപ്പോഴും റസൂലിന്റെ ഹളറത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന വ്യക്തിയാ. അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, ഞാൻ ധാരാളം ഹദീസുകൾ കേൾക്കുന്നു, അതൊക്കെ മറന്നു പോകുകയാണ് നബിയെ. അതുകൊണ്ട് മറവിക്കൊരു മരുന്ന് വേണം. മറവിക്ക് മരുന്ന് ആരോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു മരുന്ന് അതാണ് കുടിച്ചാൽ പിന്നെ അയാൾ ജീവിതകാലത്ത് മറക്കന്നല്ല. ഇങ്ങനെ മരുന്ന് ആരോ കണ്ടുപിടിച്ചിട്ടുണ്ടോന്ന്? ഇല്ല. അപ്പൊ റസൂൽ എന്താണ്? പോടാ അവിടുന്ന് അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദു അല്ലാഹ് പോരെ അടിമക്ക് ചോദിച്ചോ പടച്ചോനോട് എന്നാണോ പറഞ്ഞു? അല്ല, ഉബ്സുത്രിദാഅക ആ മുണ്ടൊന്ന് ഇങ്ങോട്ട് നീട്ടു. അപ്പോൾ ഞാൻ എന്റെ മുണ്ട് നീട്ടി. റസൂൽ എന്ത് ചെയ്തു? 3 പ്രാവശ്യം കോരിയിട്ട് ആ മുണ്ടിലേക്ക് ഇട്ടു.
എന്നിട്ട് ഫളുമ്മഹു അതൊന്ന് കൂട്ടിപ്പിടിക്കൂ. അപ്പൊ ഫളമംതുഹു ഞാൻ കൂട്ടിപ്പിടിച്ചു. ഫമാ നസീതു ശൈഅൻ ബഅദഹു അതിനുശേഷം യാതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഈ ഹദീസ് വ്യാഖ്യാനിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത കാണിക്കുന്നുണ്ട്. നുബുവ്വത്തിന്റെ അടയാളമായ മുഅ്ജിസത്തും വ്യക്തമായിട്ട് ഈ ഹദീസിൽ പ്രകടമാണ്. മറവി എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. ആ കൂടപ്പിറപ്പായ മറവി റസൂലുള്ളാഹി ചെയ്തതുകൊണ്ട് ഇല്ലാതെയായി എന്നാണല്ലോ ഈ സംഭവത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇത് വലിയ പരമാനുഷിക സിദ്ധിയാണ്. അതുകൊണ്ട് ഇത് റസൂലുള്ള പ്രവാചകനാണ് എന്നതിന്റെ തെളിവാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഇവരൊക്കെ അപ്പൊ സഹായം തേടാനുള്ള കേന്ദ്രങ്ങളായി 3 പേരെയാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ഒന്ന് അല്ലാഹു, ചോദിക്കാൻ വിരോധമില്ല. മറ്റൊന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചോദിക്കാൻ വിരോധമില്ല. മറ്റൊന്ന് ഔലിയാക്കൾ, ചോദിക്കാൻ വിരോധമില്ല. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനുഷ്യ കഴിവിന് അതീതമായ കാര്യം അവിടെ ചോദിച്ചത്. അതുപോലെ ധാരാളം സഹാബത്ത് ചോദിച്ച സംഭവങ്ങള് കിതാബു അഅ്ലാമിൻ നുബുവ എന്നതിൽ ഇമാം ബുഖാരി അതുപോലെ തന്നെ മുസ്ലിം എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും ചര്യയാണെന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്. ഇൻതദഊഹും എന്നതിനെ കുറിച്ച് തസ്തഗീസു എന്നാണ് ബഹുമാനപ്പെട്ട ഇബാറത്തിട്ടത് ഖുർത്തുബി ഇമാം. അപ്പൊ തസ്തഗീസു എന്ന് പറഞ്ഞ സഹായം തേടുക എന്നാണ്. എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ മലായിക്കത്തുകൾ അമ്പിയാക്കൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആരാധനയാവുന്ന ഇവരോട് സഹായം ചോദിക്കുന്നത് ആരാധനയാണ്, അത് ശിർക്കാണ് എന്നാണ് ഈ ആയത്തിലൂടെ ഖുർത്തുബി ഇമാം സമർത്ഥിക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾ വിചാരണ ചെയ്യാണ്. പക്ഷെ നിങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ ഇവരെ പൊട്ടം കളിപ്പിച്ചിട്ട് അതൊന്നുമല്ല, അങ്ങനെയൊന്നല്ല, ഇങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞ് ഒരുപാട് സാധ്യതകൾ ഇട്ടുകൊടുത്ത് ഇവർ സംശയത്തിൽ നിർത്തുകയാണ്. പിന്നെ ഇന്നമാ വലിയക്കുമുള്ള എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, റാസി ഇമാമിന്റെ ഒരു കൊട്ടേഷൻ പറഞ്ഞു. പക്ഷെ അതിൽ ഒരുപാട് ഇഹ്തിമാലാത്തുകൾ അദ്ദേഹം പറഞ്ഞിട്ട് അവസാനം പറയാണ് മുഹിബു ആവാ നാസിറു ആവാ, രണ്ടും ആവുന്ന സാധ്യത ഉണ്ട്. നാസിർ എന്ന് മൂപ്പര് തർപ്പിച്ച് പറഞ്ഞിട്ടുമില്ല. ഈ സ്ഥിതിക്ക് രണ്ടും സാധ്യത ഉണ്ടായതുകൊണ്ട് നാസിറാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനുള്ള സാധ്യത അവിടെ ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും പോയി എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. തസ്തഗീസു എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അവിടെ ജിന്നുകളും മലക്കുകളും ഒക്കെ പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. മലക്കുകളെ ആരാധിക്കുന്ന മക്കാ മുശ്രിക്കുകളിൽ നിന്ന് നല്ലൊരു വിഭാഗം മലക്കുകളെ ആരാധിച്ചിരുന്നത്. അതാണ് അൽ മലായികത്തു ബനാത്തുല്ലാ എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റാ അലകുമുൽ ദക്കറു വലഹുൽ ഉൻസാ തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസാ. എന്താണ് ഈ പറഞ്ഞു? അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾ കാണുന്നില്ലേ? അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റാ അലകുമുൽ ദക്കറു വലഹുൽ ഉൻസാ. നിങ്ങൾക്കൊക്കെ ആൺകുട്ടികളും അല്ലാഹുക്ക് പെൺകുട്ടികളും ആണല്ലേ. എന്താണ് ഈ പറഞ്ഞത്? വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാഥാ. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ? മലക്കുകളൊക്കെ അല്ലാഹുവിന്റെ പെൺകുട്ടികളാണ്. ഞാൻ ഈ ബുഖാരിയിലെ സംഭവം കേട്ടോളി. ഈ വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന ആയത്ത് ആരെ കുറിച്ചാണ് ഇറങ്ങിയത്? ആമിർ, ബനു സലമ എന്നിങ്ങനെ തുടങ്ങി 3 ഗോത്രക്കാരെ കുറിച്ചാണ് അത് ഇറങ്ങിയത്. ഇവരെ വിശ്വാസം എന്തായിരുന്നു? അല്ലാഹു തആല ജിന്നുകളുമായി വിവാഹാലോചന നടത്തി. ജിന്നുകളെ കൂട്ടത്തിൽ നല്ല പെൺകുട്ടികളുണ്ടായി. അപ്പൊ അള്ളാഹ്ക്ക് ഒന്നിനെ കെട്ടിയാ തിരക്കില്ലാന്ന് തോന്നി. അങ്ങനെ വിവാഹാലോചന നടത്തി. അപ്പൊ അല്ലല്ലേ വിവാഹാലോചന നടത്തുന്നത്, കെട്ടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ട് എന്താ ഉണ്ടായതെന്ന് നമ്മൾ പറയണ്ട. അതിലുണ്ടായ മക്കളാണ് മലക്കുകള്. അപ്പൊ ഈ മക്കൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന വിശ്വാസം തന്നെ ശിർക്കാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന തൗഹീദിനെതിരാണ്. അപ്പൊ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആ മലക്കുകളോട് സഹായം തേടിയാൽ ആ സഹായം തേടൽ ശിർക്കാണ്. അതുപോലെ തന്നെ ജിന്നുകള് അള്ള പെണ്ണെട്ടിയ കുടുംബമുള്ള ആൾക്കാരാണ്, അള്ളാന്റെ വിവാഹ ബന്ധത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് എന്ന വിശ്വാസത്തോടെ ആ ജിന്നുകളോട് സഹായം തേടിയാൽ അതും ശിർക്കാണ്. അതിനെക്കുറിച്ചാണ് ആ തഫ്സീറുകളിൽ പറഞ്ഞത്. എന്നല്ലാതെ മലക്കുകൾ അള്ളാഹുവിന്റെ മുഖറബായ അടിമകൾ മാത്രമാണ്, അവര് പെൺമക്കളല്ല. അതുപോലെ തന്നെ ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അവരിൽ നല്ലവരും ചീത്തയുള്ളവരും ഒക്കെയുണ്ട് എന്ന വിശ്വാസം അതും തൗഹീദിന് എതിരല്ല. അതേ സമയത്ത് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നുള്ള വിശ്വാസം തന്നെ ശിർക്കാ. ഇവിടെ ചോദിക്കണം എന്നില്ല, ചോദിച്ചാൽ ഒന്നും കൂടി ശിർക്കായി.
വിശ്വാസത്തിലുള്ള ശിർക്കാണ്, ചോദ്യം കൂടി വന്നാൽ കർമ്മത്തിലുള്ള ശിർക്കായി. അപ്പൊ ഇവരെ കുറിച്ചാണ് ആ ആയത്ത് അവതരിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞ തഫ്സീറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൊതുന്നുള്ളതിന് തസ്തഗീസൂന്ന് കണ്ടതുകൊണ്ട് നമ്മുടെ നടത്തുന്ന ഇസ്തിഗാസ എന്ന് മനസ്സിലാക്കണ്ട. ദൈവാണെന്നുള്ള വിശ്വാസത്തോടെ, അല്ലെങ്കിൽ മലക്കുകൾ പെൺമക്കളാണെന്നുള്ള വിശ്വാസത്തോടെ അവരോട് ചോദിക്കുന്നതിന് ഇസ്തിഗാസ സഹായം തേടുകയെന്നേ അർത്ഥമുള്ളൂ. അത് ശിർക്കായ സഹായം തേടലും ഇസ്തിഗാസ എന്ന് ഭാഷയിലും ഉപയോഗിക്കും, അതുപോലെ ശിർക്ക് അല്ലാത്തതിനും ഭാഷയിൽ ഉപയോഗിക്കും. സഹായം തേടുക, വധൂ ശുഹദാക്കും മിൻ ദൂനില്ലാ, അവിടെ ഇസ്തിഗാസ എന്നാ പറഞ്ഞ് അത് ശിർക്കാണ്. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ശിർക്കായതിന് ഇസ്തിഗാസ എന്ന് ഉപയോഗിച്ചു, ശിർക്കല്ലാത്തതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ശിർക്കല്ലല്ലോ. അപ്പൊ ശിർക്കായ അർത്ഥത്തിനും ശിർക്കല്ലാത്ത അർത്ഥത്തിനും ഇസ്തിഗാസ എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ്. ഇസ്തിഗാസ എന്ന സഹായം തേടി. ആ സഹായം തേടൽ ശിർക്കായ തേടലിനും ഭാഷയിൽ ഇസ്തിഗാസ എന്ന് പറയാ, അതേ സമയത്ത് ശിർക്കല്ലാത്തതിനും പറയാ. അതേ സമയത്ത് നമ്മുടെ സാങ്കേതിക തലത്തിലുള്ള ഇസ്തിഗാസ അത് എന്താണ്? അമ്പിയാക്കൾ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കൾ കറാമത്ത് കൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം തേടൽ, അതാണ് നമ്മൾ നടത്തുന്ന ഇസ്തിഗാസ. ആ ഇസ്തിഗാസയാണ് ഈ ആയത്തിൽ പറഞ്ഞത് എന്ന് ഏതെങ്കിലും ഒരു തഫ്സീറിൽ കാണിക്കാൻ ലോകത്ത് ഇബ്ലീസ് അടക്കമുള്ള ഏത് മൗലവിമാർ വന്നാലും സാധ്യമല്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കഴിയുമെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കും. വെല്ലുവിളിയൊക്കെ ഉഷാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യണം എന്താണ്? അല്ല അവിടെ പറഞ്ഞ അല്ല അവിടെ തീരില്ല. ആര് ചെയ്യുന്നു തസ്തഗീസാനിന്റെ ഫായിലാരാ അത് ആരും ആവാ. എന്തുകൊണ്ട് ആരും ആകാനല്ല, മുശ്രിക്കുകളെ കുറിച്ച് അവിടെ പറയുന്നു. വിളിക്കണ ആരും ആവാ. എന്തുകൊണ്ട് മുശ്രിക്കുകളെ കുറിച്ച് അവിടെ പറയുന്നു. അതാ അതുമല്ല കഥ. മക്കാ മുശ്രിക്കുകൾക്ക് മാത്രം പ്രത്യേകം സെപ്പറേറ്റ് ആയ ആയത്തിറങ്ങി അവരെ കുറിച്ച് ഇറങ്ങിയ ആയത്താണത്. ബഹുമാനപ്പെട്ട സ്വാമി ഇമാം കിതാബ് പറയുന്നത് കുല്ലു ആയത്തിൻ വറദത്ത് ഫീ ദമ്മിൽ കുഫാരി തജുറു ബിദൈനിഹ അലാ ഉസാത്തിൽ മുഅ്മിനീന. മക്കാ മുശ്രിക്കുകളെ വിമർശിച്ചുകൊണ്ട് എന്തൊക്കെ ആയത്തിറങ്ങിയോ അതെല്ലാം തെറ്റ് ചെയ്യുന്ന ദോഷികളായ മുഅ്മിനീങ്ങളുടെ മേൽ എല്ലാവർക്കും ബാധകമാണ്. മക്കാ മുശ്രിക്കുകൾ ഇറങ്ങി അന്നത്തെ മുശ്രിക്കുകൾ മാത്രമല്ല, ഇവിടെ ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകളും പെടും. ജോലി ചെയ്യുന്ന പണിയെടുക്കണം, അപ്പൊ പെടും. അതാണ് സാബി പറഞ്ഞത്. അർത്ഥം മനസ്സിലാക്കണേ. അതന്നെയാണ് ഇപ്പൊ മടി പറഞ്ഞത്. അതല്ല, നിങ്ങള് മക്കാ മുശ്രിക്കുകളുടെ മേലിൽ ഇറങ്ങിയ ആയത്തുകൾ മൂമിനുകളുടെ മേലിൽ വെച്ച് കെട്ടുകയാണ്. അത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞു അത് ഖവാരിജിന്റെ സ്വഭാവമാണ്. അവരെന്താ ചെയ്യാ? മുശ്രിക്കുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകളൊക്കെ മൂമിനീങ്ങൾക്കും ബാധകമാണെന്ന് പറയും. അത് ഖവാരിജിന്റെ സ്വഭാവമാണെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഉണ്ട്. അതുകൊണ്ട് ഈ തഫ്സീർ പറഞ്ഞ് മുശ്രിക്കുകളെ കുറിച്ച് ഇറങ്ങിയതാ. അപ്പൊ മുശ്രിക്കുകളായ എല്ലാവർക്കും ബാധകമാവും, അതേ സമയത്ത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. മുശ്രിക്കുകൾ സ്വയം പര്യാപ്തത കൽപ്പിച്ചിട്ടൊന്നുമില്ല, നിങ്ങളെ അത് കൂട്ടിയതാണ്. ഹൗലായി ശുഫാഉന എന്നല്ലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ശുഫാഉന എന്ന് പറഞ്ഞാൽ ശിപാർശ ചെയ്യുന്ന ആളുകൾ എന്നർത്ഥം. സ്വയം കഴിവുള്ള ആളുകൾ ശിപാർശ ചെയ്യുന്ന നിങ്ങളല്ലാതെ വേറെ ആരെയും വിശ്വസിക്കും. ഏറ്റവും ചുരുങ്ങി അമാനി മൗലവിന്റെ പരിഭാഷകളൊന്ന് വായിച്ചു. അമാനി മൗലവി നമുക്ക് അവിടെ വെക്കാം. ഇവിടെ സംശയ നിവാരണത്തിന് തുറന്ന വേദിയാണ്. അപ്പൊ അമാനി മൗലവി അംഗീകരിക്കാത്ത ആളുകൾ ഇവിടെ വരും എന്നുള്ള കാര്യം സ്വാഭാവികം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഞാൻ പറഞ്ഞ കേൾക്കും. മക്കാ മുശ്രിക്കുകൾ സ്വയം പര്യാപ്തതയിൽ വിശ്വസിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പറഞ്ഞ വിശ്വസിച്ചിരിക്കണെന്ന് അമാനി മൗലവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളൊന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഭാഗത്തുള്ളവർ പറയുന്ന ആളെ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമാനി മൗലവിനെ തെളിവാക്കിയതല്ല. വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവ് ഖുർആൻ ആണെങ്കിൽ ഞാൻ പറയും, അല്ല വിശ്വസിച്ചു എന്നുള്ളതിന് ഞാൻ കേട്ടോളി. അമാനി മൗലവി എന്താ പറഞ്ഞാന്ന് കേട്ടോളി. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ തഫ്സീറിന് പരിഭാഷയാണ് ഇതൊന്ന് വായിച്ചു നോക്കാലോ. മുശ്രിക്കുകൾ വഴിപിയച്ചിരുന്നതിന്റെ പ്രധാന കാരണം ശിർക്കു തന്നെ. അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും ഗുണവിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതര വസ്തുക്കൾക്ക് പങ്കോ സാമ്യതയോ കൽപ്പിക്കുന്നതാണല്ലോ ശിർക്ക്. ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും അദൃശ്യകാര്യങ്ങളെ അറിയുന്നതിലും രോഗം, സൗഖ്യം, ശാപം, അനുഗ്രഹം, ആഹാരം, രക്ഷ, ശിക്ഷ നൽകുന്നതിലും മഹാത്മാക്കളായ ചിലർക്കും ചില പങ്കുകളുണ്ട് എന്നായിരുന്നു അവർ ധരിച്ചു വച്ചത്. ആര്? മക്കാ മുശ്രിക്കുകൾ. അള്ളാഹുവിന്റെ അറിവും കഴിവും എല്ലാറ്റിനും ഉപരിയായതാണെന്ന് അവർക്കറിയാം. പക്ഷേ ഒരു മഹാരാജാവ് തന്റെ അധികാരാവകാശങ്ങളിൽ ചിലത് തനിക്ക് പ്രിയപ്പെട്ട ചില പ്രത്യേകക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ ചിലത് അവൻ ചില മഹാന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ ആ മഹാത്മാക്കളുടെ പ്രീതി അള്ളാഹുവിന്റെ പ്രീതിക്കും അവരുടെ അപ്രീതി അള്ളാഹുവിന്റെ അപ്രീതിക്കും കാരണമായി
തീരും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ, അതാണ് അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തുകളിലും അഫ്ആലിലും അവൻ ഏകനാണ് എന്ന വിശ്വാസം, അതാണ് തൗഹീദ്. ആ വിശേഷണങ്ങളിൽ മറ്റുള്ള ഇവര് പറയുന്ന ആളുകൾക്കും പങ്കുണ്ട് എന്നും അവർക്കത് കഴിയുമെന്നുമായിരുന്നു മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് എന്നാണ് അമാനി മൗലവി പറഞ്ഞത്. ഇനി ഖുർആനിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടോളി. അമാനി മൗലവി അവിടെ ഇരിക്കട്ടെ, മലയാളം നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഖുർആനിൽ എന്താ പറഞ്ഞത്? അല്ലാഹ് ചോദിക്കാം, മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ആരുണ്ടടാ അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട് എന്ന് ചോദ്യം വിശുദ്ധ ഖുർആനിൽ. ആയത്തുൽ കുർസിയിലാണ്, എല്ലാവർക്കും അറിയും. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ അവന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ ആരുണ്ട്? ഈ ആയത്ത് അവതരിച്ചത് ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞിരുന്ന മുശ്രിക്കുകളെ കുറിച്ചാണെന്ന് ഇമാം റാസി റഹ്മഹുല്ലാഹ് തന്റെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഗണ്ണിക്കണമെങ്കിൽ അവരെ വിശ്വാസം എന്താകണം? അള്ളാന്റെ ഇതിന് കൂടാതെ, ഇതിന് എന്ന് പറഞ്ഞാൽ സമ്മതം എന്ന് മാത്രമല്ല, ഖളാ എന്നർത്ഥമുണ്ട്, ഇറാദത്ത് എന്നർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ ഇറാദത്ത് കൂടാതെ, അവന്റെ വേണ്ടുക കൂടാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ ുള്ള അധികാരം ഈ ദൈവങ്ങൾക്കുണ്ട് എന്ന് അവരുടെ വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിലേ അള്ളാന്റെ സമ്മതം കൂടാതെ, വേണ്ടുക കൂടാതെ, ഉദ്ദേശം കൂടാതെ ആര് ശഫാഅത്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് അവരെ കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ വിശ്വാസം എന്താ? ഇബ്നു തൈമിയ്യ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഫത്താവയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ഇവരെ ലക്ഷ്യം, ഇവരെ ഉദ്ദേശം ഈ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് പറഞ്ഞവരെന്നെ ആരാണ്? മലക്കുകൾ, അള്ളാന്റെ പെൺമക്കളാണ്. മകളും വാപ്പിയും തമ്മിലുള്ള ബന്ധമാണ് അള്ളാഹുവും ഇവരെ ദൈവങ്ങളും മലക്കുകളും തമ്മിലുള്ള ബന്ധം. വാപ്പിയും മകളും തമ്മിലുള്ള ബന്ധം എന്താ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമുക്ക് അച്ഛനും മകനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ഇങ്ങനെ തിരിയും. ഞാൻ രാഷ്ട്രീയം പറയല്ല. ഇപ്പൊ കരുണാകരനും മുരളി അച്ഛനും മകനുമാണ്. മുരളി ആരാന്ന് ചോദിച്ചതിന്റെ മറുപടി എന്താ? മുരളിനെ ഉണ്ടാക്കിയ കരുണാകരനാണ്, മുരളിനെ വളർത്തിക്കൊടുന്നത് കരുണാകരനാണ്. ഒരു ഉദാഹരണം പറയണേ, ഞാൻ രാഷ്ട്രീയം പറയല്ലേ, ഇപ്പൊ എല്ലാവർക്കും തിരിയണായതുകൊണ്ട് പറയാം. അതുപോലെ തന്നെ മുരളിനെ പഠിപ്പിച്ച ആരാണ്? കരുണാകരനാണ്. അതുപോലെ തന്നെ എല്ലാം ചെയ്തു കൊടുത്തോ, മന്ത്രിസ്ഥാനവും രാഷ്ട്രീയത്തിക്ക് കൊടുന്നോ ഒക്കെ കരുണാകരനാണ്. അപ്പൊ ആ കരുണാകരനെ എതിർത്തല്ലേ മുരളി നടക്കുന്നത്? അപ്പൊ കരുണാകരൻ പറയുന്ന ചില മുരളി പറയുന്ന ചില ശഫായത്തുകൾ സ്വീകരിക്കാത്തതുകൊണ്ട് രണ്ടാളും രണ്ട് തട്ടിലായി. ഇതാണ് ശഫായത്ത് എന്നാണ്. മാത്രമല്ല, നേപ്പാളിൽ എന്താ സംഭവിച്ചത്? മക്കളുടെ ശഫായത്ത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ അമ്മയെയും ബാപ്പയെയും അച്ഛനെയും മുഴുവനും വെടിവെച്ചിട്ട് അവിടെ അങ്ങോട്ട് രാജാവായി. ആരായിരുന്നു? ജ്ഞാനേന്ദ്ര രാജാവ്. അയാൾ എന്താ ചെയ്ത്? അയാളെ ശഫായത്ത് സ്വീകരിക്കാത്തതിന്റെ ടീം വെടിയാണ് വെച്ചു. അപ്പോ മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ്. പെൺമക്കളായാലും ആൺമക്കളായാലും അവര് പറയുന്ന ശഫായത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വെടിവെക്കും, അല്ലെങ്കിൽ എതിർക്കും. അതാണ് ലൗകാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ലബ്തഗൂ ഇലാ ദിൽ അർശി സബീലാ. അള്ളാഹുവിന്റെ കൂടെ അവര് പറയുന്ന നിലക്കുള്ള പെൺമക്കളോ ആൺമക്കളോ ആയ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹിനെ ശരിയാക്കാൻ അവർ ശ്രമിക്കുമായിരുന്നു. അങ്ങനെയില്ല. അപ്പൊ ഇവരുടെ വിശ്വാസം എന്താ? ചുരുക്കി പറഞ്ഞാൽ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് പറയുന്നവരുടെ വിശ്വാസം മലക്കുകൾ അള്ളാഹിന്റെ പെൺമക്കളാണ് എന്നാ. അപ്പൊ പെൺമക്കളെ ശഫായത്ത് എങ്ങനെ? ഈ മകൾ ഉണ്ടാക്കിയ വാപ്പന്നെയാണ്, പഠിപ്പിച്ച വാപ്പന്നെയാണ്, എല്ലാം ചെയ്തു കൊടുത്ത വാപ്പന്നെയാണ്. പക്ഷെ ഇവര് പറയുന്ന ശഫായത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ വാപ്പാനടക്കം ശരിയാക്കും. അത് വാപ്പയായി എന്നതുകൊണ്ട് എതിർക്കാൻ കഴിയൂല എന്നുള്ളതില്ല. ഒരുപാട് വാപ്പാരെ എതിർത്തേ നമുക്കറിയാം. അപ്പൊ അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മകക്ക് വാപ്പാന്റെ അടുത്ത് ശഫായത്ത് ചെയ്യാൻ വാപ്പാന്റെ സമ്മതവും വേണ്ട. സമ്മതള്ളിയിൽ മാത്രമല്ല ശഫായത്ത് ചെയ്യുക, അത് അമൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് ചോദിച്ചത്. അതേ സമയത്ത് ലോക മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ്? ഏറ്റവും വലിയ ശഫായത്ത് ചെയ്യുന്ന ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഏറ്റവും വലിയ ഷഫീഉ. ആ ഷഫീഇന് പോലും അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ, അവന്റെ ഇറാദത്ത് കൂടാതെ, ഉദ്ദേശം കൂടാതെ, അനുമതി കൂടാതെ ഒരു ചെറുവിരൽ അനക്കാൻ പോലുമില്ല, ശക്തിയില്ല എന്നാണ് ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അത് സമർപ്പിക്കാനാണ് ആഖിറത്തിൽ ചെല്ലുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ വീഴുകയാണ്. എന്തിനാ സുജൂദിൽ വീഴുന്നത്? സുജൂദ് ചെയ്യേണ്ട സ്ഥലമല്ല ഏത് മഹ്ശറ എന്നറിയുന്നത്. പിന്നെന്തിനാ സുജൂദ് ചെയ്ത്? ഞാൻ നിന്റെ അടിമ മാത്രമാണ്,
ഞാൻ മകനോ മകളോ അല്ല, നിന്റെ സമ്മതം കൂടാതെ ശഫായത്ത് ചെയ്യാൻ അധികാരമുള്ള ആളുമല്ല എന്നറിയിക്കാൻ ആ സുജൂദ് ചെയ്യുന്നത്. സുജൂദിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുമ്പോ അള്ളാഹ് പറയും മുഹമ്മദ് എന്ന് പറയും. അതേ സമയത്ത് മറ്റുള്ളവരോടൊന്ന് ചോദിക്കും, നിങ്ങളൊക്കെ കുറെ ശുറക്കാ ഉണ്ട് തന്നെയെന്നല്ലോ, നിങ്ങളെ ശുറക്കാവിനൊന്നും നിങ്ങളുടെ കൂടെ നമ്മൾ കാണില്ലല്ലോ, എവിടെ പോയി ശുറക്കാവ് എന്ന് അള്ളാഹ് ചോദിക്കുന്നതുണ്ട്. അപ്പൊ അവര് പറഞ്ഞ ശഫായത്തും നമ്മൾ പറഞ്ഞ ശഫായത്തും ഒന്നല്ല, രണ്ടാണ്. ഈ കാര്യം വളരെ വ്യക്തമായി ഇബ്നു തൈമിയ്യ തന്റെ ഫത്താവയിലും അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിലും ഒക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇബാറത്ത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വായിച്ചാൽ. അപ്പൊ ആ ശഫായത്തും ഈ ശഫായത്തും അപ്പൊ നിങ്ങൾ ഇന്നമാവലികളിലൊക്കെ വെച്ചിട്ട് ഒരുപാട് വിശദീകരിച്ചു. ഈ വിശദീകരണമൊക്കെ വ്യക്തമായി മനസ്സിലായത് റസൂലുള്ളാഹിക്കാണ്. ഈ റസൂൽ കേട്ടോ ഒരു ഷഫാത്ത് ഒരു ഇസ്തിഗാസ നടത്തിയിട്ടില്ല. നടത്താതെ ഹദീസൊക്കെ ഖുർആനും സുന്നത്തും മുക്കി പിടിച്ചേർന്നാൽ നിങ്ങൾ തെളിവ് തിരിക്കും. റസൂലുള്ള ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? റസൂലുള്ള ഇസ്തിഗാസ നടത്താതെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ഞാൻ കാവലിനെ തേടുന്നു, അഊദു ബില്ലാഹി എന്ന അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. അതേ ശൈലിയിൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു തആല സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും ശർറിനെ തൊട്ട്, പുത്തനാശയക്കാരുടെ ഷർറിനെ തൊട്ട്, അതുപോലെ തന്നെ നവീനാശയക്കാരുടെ ഷർറിനെ തൊട്ട്, എല്ലാവരെയും ഷർറിനെ തൊട്ട് കലിമാത്തുല്ലാഹിയോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസാണ്. ഇവിടെ കലിമാത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അർവാഹുൽ മുഅ്മിനീൻ, മരിച്ചുപോയ മഹാത്മാക്കളുടെ ആത്മാവാണെന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തഫ്സീറുൽ കബീറിൽ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായത്തിന്റെ ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന ആയത്ത് ഉദ്ധരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റസൂല് ചെയ്തതാണ്, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതായി എന്ന് ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ഇത് ഓതിയിട്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയും. അപ്പൊ അമ്പിയാക്കളും മൗലിയാക്കളും ഒക്കെ ചെയ്ത സംഗതിയാണ്. മാത്രമല്ല അങ്ങനെ ഒരു ഘട്ടം വരുന്ന സമയത്ത് നിങ്ങളത് ചെയ്യണം എന്ന് റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കേട്ടോളിയും, നിങ്ങളെ ഒറ്റപ്പെട്ട വിജനമായ സ്ഥലത്താണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, യാ ഇബാദല്ലാഹി അഗീസൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് നിങ്ങൾ പറയണമെന്ന ഹദീസ് വളരെ വ്യക്തമായി പ്രബലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസ് വിശദീകരിച്ച് നിങ്ങൾ തന്നെ നേതാവിനെ പരിചയപ്പെടുത്തിയ ഷൗക്കാനി തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന രംഗത്തിൽ പറഞ്ഞത് എന്താണ്? ഈ ഹദീസ് വഫീഹി ദലീലുൻ, ഇത് തെളിവാണ്. അഭൗതികമായ മാർഗത്തിലൂടെ സഹായം ചോദിക്കാമെന്നതിന്റെ തെളിവാണ്. ഭൗതികമായ മാർഗത്തിലൂടെ ചോദിക്കാമെന്ന പോലെ അഭൗതികമായ മാർഗത്തിലൂടെയും ചോദിക്കാമെന്നതിന് ഈ ഹദീസ് തെളിവാണെന്ന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനാമുഖം എന്ന പുസ്തകത്തിൽ നിങ്ങളുടെ നേതാവായി പരിചയപ്പെടുത്തിയ ഷൗക്കാനി തന്നെ രേഖപ്പെടുത്തിയിട്ടും ഉള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ള ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, സ്വഹാബത്ത് നടത്തിയിട്ടുണ്ട്, സജ്ജനങ്ങളായ ആളുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം സുബ്കി അത് പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും ചര്യയാണ് എന്ന് രേഖപ്പെടുത്തിയത്. ഇത്രയും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ വളരെ സ്പഷ്ടമായ ചോദ്യത്തിന് അർപ്പിക്കപ്പെട്ട സമയം നമുക്ക് 10 മണിയായിരുന്നു. അതിനേക്കാൾ കൂടുതലായി എടുത്ത് ഇഷ്ടംപോലെ ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടുകാരായ മുജാഹിദുകളോടും അല്ലാത്തവരോടും ഉണർത്താനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, ആദർശത്തിൽ തന്റേടമുള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വേദി സംഘടിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇതിന് മറുപടി ഒരിക്കലും കവലപ്രസംഗമല്ല, അതല്ലെങ്കിൽ മറ്റു വല്ല വിധേനയുമുള്ളതല്ല. മുഖാമുഖത്തിന് മറുപടി മുഖാമുഖമാണ് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ.